മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വസ്തുക്കളുടെ ഹഖായിഖിലെത്തി എന്നതാണ്. ഏതൊരു വിഷയത്തിനും ഫിഖിയായ ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഹഖീഖത്തിലെത്താൻ ഖൽബിന് ഫത്ഹ് കിട്ടണം. ആ എത്തിയ മഹാന്മാരിൽ ശ്രദ്ധേയനും സമകാലികരിൽ അധ്യക്ഷനുമാണ് മഹാനായ സി.എം. വലിയുള്ളാഹി. സൂഫിയാക്കളുടെയിൽ ഒരു ചർച്ചയുണ്ട്. ഇബാദത്ത് കൊണ്ട് മാത്രം ഈമാനിക അഭിരുചി കിട്ടുമോ എന്നതാണ്. എന്തുകൊണ്ടാണ് ഇബാദത്ത് കൊണ്ട് മാത്രം എത്ര അത്യധ്വാനം നടത്തിയാലും ഈമാനിക ടേസ്റ്റിലെത്താത്തത്? അതിന് ചില മഹാന്മാരുടെ മറുപടി, ഇലാഹിനെ മാത്രം ആരാധിച്ചാൽ പോരാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മഅബൂദായി ഇലാഹായി കണ്ടുകൊണ്ട് മാത്രം ആരാധിച്ചാൽ പോരാ. അള്ളാഹുവിന് വേറെയും ഔസാഫ് ഉണ്ടല്ലോ. ഇലാഹ് അല്ലെങ്കിൽ മുന്തഖിമ് അല്ലെങ്കിൽ ജബ്ബാർ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ നരകത്തിലിട്ട് കൊണ്ട് കരിക്കുന്ന അദാബ് ചെയ്യുന്ന ആള്, ഈ നിലയിലൊക്കെ കണ്ട് അള്ളാഹിനെ ആരാധിച്ചാൽ എത്ര കാലം സുജൂദ് ചെയ്താലും ഈമാൻ ഒരു മധുരണ്ട് കിട്ടൂല. ഈമാന് മധുരം കിട്ടണമെങ്കിൽ റബ്ബ് എന്ന ഇസ്മ തലയിൽ കയറണം. റബ്ബ് നിസ്കാരത്തിൽ ഉടനീളം അതാണല്ലോ. നിസ്കാരം ഒരു സംസ്കാരമാണ്, കേവലമായ അമലല്ല. ആ ജീവിതത്തിന്റെ ഏറ്റവും സെറ്റ് വരെയുള്ള ഒരു സംസ്കാരമാണ് നിസ്കാരം പഠിപ്പിക്കുന്നത്. ആ സംസ്കാരത്തിന്റെ സമുന്നതമായ സ്ഥാനത്ത് രാജകളിയായിരുന്നു മഹാനായ സി.എം. വലിയുള്ളാഹി. കാലങ്ങളേറെ ആര് അവരെ കാണാൻ വന്നാലും അവർ സുജൂദിലാണ്, അവർ റുക്കൂഇലാണ്, അവർ ഖിയാമിലാണ്. പിന്നൊരു കാലം ജനങ്ങൾ കാണുന്ന അവസ്ഥയിലല്ലായിരുന്നു അവരുടെ അമാലുകൾ. അത് മറ്റൊരു ലോകമായിരുന്നു. അല്ലാഹു തആല അതിലേക്ക് മനോഹരമായ ആയത്തിലൂടെ അതിന്റെ ഇശാറത്ത് കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ, ولا تقولوا لمن يقتل في سبيل الله أمواتا بل أحياء ولكن لا تشعرون. ولا تقولوا നിങ്ങൾ പറയരുത് ലിമൻ ഒരുത്തനെ കുറിച്ച് യുഖ്തലു ഫീ സബീലില്ലാഹ്. ഏറ്റവും വലിയ യുദ്ധം ഏതാണ്? സ്വന്തത്തോടുള്ള യുദ്ധമാണ്. അതാണ് അൽ ജിഹാദുൽ അക്ബർ. മറ്റൊക്കെ ചെറിയ ജിഹാദാണ്. വലിയ ജിഹാദ് സ്വന്തത്തോടുള്ള പടവെട്ടലാണ്. അങ്ങനെ സ്വന്തത്തോട് പടവെട്ടി അള്ളാഹുയിൽ ഫനായ ചില ആളുകൾ ഉണ്ടാവും. അവരെ കണ്ടുകൊണ്ട് അവര് ശവങ്ങളാണ് എന്ന് പറയരുത്. അവർ മറ്റൊരു ലോകത്താണ്. വലാകിൻ ലാ തശ്ഉറൂൻ. അവരുടെ ദറജയും അഹ്വാലും നിങ്ങൾക്കറിയില്ല. ഈ ആയത്തിൽ അങ്ങനെ ഒരു ഇശാറത്ത് ഔലിയാക്കളുടെ തഫ്സീർ നോക്കിയാൽ കാണാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള സ്വന്തത്തോട് പടവെട്ടി ജനങ്ങൾ ഒന്നുമല്ല എന്ന് പലരും പറഞ്ഞിരുന്ന, എന്നാൽ സമുന്നതമായ സ്ഥാനത്ത് വിരാജിച്ചിരുന്ന ഒരു മഹാനായിരുന്നു അൽ ആരിഫു ബില്ലാഹ് ശൈഖു മശായിഖിനാ വലിയുള്ളാഹി സി.എം. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പക്ഷെ സി.എം. അതിന്റെ മേലെയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. പക്ഷെ സി.എം. അതിന്റെ മേലെയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. നമ്മൾ മാസം കണ്ടിട്ട് നോമ്പ് വെക്കുന്നവരാ. മാസം കണ്ടാൽ നോമ്പെടുക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. ആ ലമീർ മടക്കിയ ശരിയാണ്, നമ്മുടെ സ്റ്റെപ്പിലെ ശരിയാണ്. പക്ഷെ സി.എം. മടക്കൽ സൂമൂലി റുഇയത്തിഹി, അള്ളാനെ കാണാൻ വേണ്ടി നോമ്പ് വെക്കുക. അങ്ങനെ കിതാബിലുണ്ടോ? ഇഷ്ടംപോലെ കിതാബിലുണ്ട്. മുളുമറയിലെ അള്ളാഹു ആണ് എന്ന് ദശങ്കണ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാനെ കണ്ടുകൊണ്ട് നോമ്പ് വെച്ചാൽ ആ നോമ്പ് തുറ മൗത്തിന്റെ സമയമായിരിക്കും. ആ ഹാലായിരുന്നു മഹാനായ സി.എം. വലിയുള്ളാഹി. നമുക്കൊരു ജനാപത്തുണ്ട്, ശരീരത്തിന്റെ ജനാപത്താണ്, നമ്മൾ കുളിക്കും. പക്ഷെ സി.എം. ശരീരത്തിന്റെ ജനാപത്തിൽ നിന്നും, ഖൽബിന്റെ ജനാപത്തിൽ നിന്നും, ഫുആദിന്റെ ജനാപത്തിൽ നിന്നും, ഷഹാഫിന്റെ ജനാപത്തിൽ നിന്നും, മുഖിന്റെ ജനാപത്തിൽ നിന്നും, സിറിന്റെ ജനാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട മഹാനാണ്. ചിന്തിക്കണേ, ചിന്തിക്കണേ, ആക്ഷേപിക്കുന്നവർ ചിന്തിക്കണേ. പക്ഷെ അഹ്വാല് നമുക്കറിയില്ല. കാരണം നമുക്കതിനുള്ള കണ്ണില്ല. അവരെ അളക്കാനുള്ള കണ്ണ് നമുക്കില്ല. അതുകൊണ്ട് അവരെ വഴിക്ക് വിടണം. അതാണ്
വന്നുകൊണ്ട് തബറുക്ക് എടുക്കാൻ കഴിയുന്നില്ലേ? ആ പുസ്തകം പൂട്ടി വെക്ക. സോഷ്യൽ മീഡിയ കയറിയിട്ട് ആക്ഷേപിച്ചിട്ട് ആക്കപത്തി ചീഞ്ഞു പോകുന്നത് സൂക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തഖ്വക്കൊരു ഹഖീഖത്തുണ്ട്. അതെന്താണ്? അത് അല്ലാ യറാക റബ്ബുക ഹൈതുമാ യൻഹാക. നിന്നെ കാണാതിരിക്കലാണ്. റബ്ബുക അല്ലാഹു എന്നല്ല, റബ്ബുക നിന്റെ റബ്ബ്. ഈ റബ്ബ് എന്ന് പറയുമ്പോഴേ മഹബത്ത് അടിച്ചു കയറുള്ളൂ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിൽ ഉണ്ടാകും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എല്ലാം ശരിയാവും. ഈ പാടൊന്ന് തുറന്നുവെച്ചാൽ മതി. ഇവിടെ കുട്ടിയാസനാരിമി ഉസ്താദും സെയ്ദ് മുബശ്ശിർ തങ്ങളൊക്കെ വഖഫ് ബില്ലടക്കം പലതും ചർച്ച കിട്ടും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ ശരീരമാകുന്ന രാഷ്ട്രത്തില് കുറെ ഫാസിസ്റ്റുകളുണ്ട്. ഓലെ ഇറക്കിയാലേ ഇവരെ അടങ്ങുള്ളൂ. ഇവിടെ വഖഫ് ബില്ലുണ്ട്, ഇവിടെ ഉണ്ട് വഖഫ്. അവിടെ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത്. ആ ഫാസിസ്റ്റ് നേതാവിന്റെ പേര് മോഡി എന്നല്ല, ഇബ്ലീസ് എന്ന്. അതിനൊക്കെ കൂടി ശരീരത്തിൽ കൊണ്ട് കയറ്റുക. എന്നിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് ഊരൊലിക്കിട്ട് 4 മുദ്രാവാക്യാണ്ട് അടിച്ചിട്ട് കിടന്നു തുടങ്ങും. അപ്പൊ ശരിയാവും വിചാരിച്ചിട്ട് കയ്യാമെന്നാളൊരു ശരിയാവില്ല. ആദ്യം ഈ ഫാസിസ്റ്റുകളെ ഇറക്കി വിടണം. ആദ്യം ശരീരത്തിൽ കയറിയിട്ടുള്ള ഫാസിസ്റ്റുകളെ ഇറക്കി വിടണം. കൽബാകുന്ന പാർലമെന്റ് ഉണ്ട്, അവിടുത്തെ പ്രധാനമന്ത്രി ശരിയാണ്. അവിടെ നടക്കും യോഗങ്ങൾ. ഇവിടെ കെട്ടുപോയാൽ ആ പാർലമെന്റിലും കെട്ടും. ഡൽഹി പാർലമെന്റിൽ തൂണിൽ എന്നുമുണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അതിന്റെ ചോട്ടിലാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത്. ആയത്ത് ഡൽഹി പാർലമെന്റിൽ ഇന്നുണ്ട്. പുതിയതിലേക്ക് മാറുന്നതിന് മുമ്പ് ഇന്നും അവിടെ അത്തൂണിലുണ്ട്. ഖുർആനിലെ ആയത്ത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇപ്പൊ നമ്മൾ ഒച്ചനാക്കിയിട്ട് എന്താ കാര്യം? ആദ്യം ഫാസിസ്റ്റ് ശക്തികളെ ഇറക്കിവിടേണ്ടത് നമ്മുടെ ശരീരമാകുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന്. അവിടെ ഫാസിസ്റ്റ് കയറി ഭരിക്കുന്നത് ശ്രദ്ധിക്കണം. അവിടെ നമ്മുടെ മസ്തിഷ്കമാകുന്ന തലച്ചോറിൽ ഇരിക്കുന്ന ആളുകൾ നന്നാവണം. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ലികുല്ലി ബനി ആദമ ഫീ ഖൽബിഹി ബൈതാൻ വഫീ അഹദിഹിമാ മലകുൻ വഫിൽ ആഖിരി ശൈത്താൻ. മഹാനായ സയ്യിദ് മുബശ്ശിർ ശിഹാബ് തങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിയ സന്താരിമി ഉസ്താദ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ആ വിഷയത്തിനെ വ്യാഖ്യാനിക്കുന്നത് മഹാനായ CM വലിയുള്ളാഹിയുടെ വീക്ഷണത്തിലാണ്. അവരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: സ്വന്തം അങ്ങ് നന്നായാൽ ഭരണാധികാരിയും നന്നാകുന്നതാ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാ ഗ്രാമവാസികൾ പടച്ചവന് കീഴ്പ്പെട്ട് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിച്ചാൽ ആകാശ ലോകങ്ങളിൽ നിന്ന് ഫതഹ് കിട്ടുന്നതാ, ഭൂമിയിൽ നിന്ന് ഫതഹ് കിട്ടുന്നതാ. ചില പഴയകാല സൂഫിയാക്കളായ പണ്ഡിതന്മാർ ആകാശം എന്നതിന് സൂചന പറഞ്ഞിട്ടുണ്ട്. സമാ എന്നത് മേലെയാണ്. അപ്പൊ മേലെ നിന്ന് ഫതഹ് കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണാധികാരികളുടെ കൽബ് വിശ്വാസികൾക്ക് അനുകൂലമായി പടച്ചവൻ തുറന്നു കൊടുക്കുന്നതാ. കാരണം മുഖല്ലിബുൽ ഖുലൂബ് അല്ലാഹ്. അത് നമ്മൾ മർമ്മം മനസ്സിലാക്കണം. മർമ്മം മനസ്സിലാക്കി ചികിത്സ നടത്തിയാൽ സംഗതിയൊക്കെ വളരെ പെട്ടെന്ന് ശരിയാവും. മർമ്മം മനസ്സിലാക്കാതെ ചികിത്സിച്ചാൽ സോക്കട് മാറില്ല, കുഴപ്പങ്ങൾ മാറില്ല, വേദനകൾ തീരൂല്ല. ചെങ്കണ്ണിന് സോക്കട് വന്നാൽ കണ്ണടന്റെ ഫ്രെയിമമ്മ മരുന്നെത്തിച്ചിട്ട് കാര്യമില്ല. കൃഷ്ണമണിക്കാണ് മരുന്ന് വേണ്ടത്. സോക്കടുള്ളത് കണ്ണടമല്ല, കണ്ണിന്റെ ഉള്ളിലാണ്. ഇത് മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കണ്ണടന്റെ ഫ്രെയിമമ്മ ഇങ്ങനെ എത്തിക്കുക. മാറാഞ്ഞപ്പോ ഗ്ലാസും എത്തിക്കുക, എന്നാലും മാറൂല. അതിന്റെ ഉള്ളിൽ കേലാണ്. വീട്ടിലെ പൈപ്പ് തുറന്ന് ചളിവെള്ളം വരികയാണ്. അപ്പൊ ഒരാളെ പുതിയ പൈപ്പ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കാത്തിക്കപ്പോ നല്ല വെള്ളം വരുമോ? പൈപ്പ് തുറന്നുമ്പോ നല്ല ചളിവെള്ളം വരുന്നത്. അപ്പൊ വേഗം പോയിട്ട് പുതിയ ഒരു പൈപ്പ് തുറന്നിട്ട് ഫിറ്റാക്കി എന്നിട്ട് തുറന്ന് നോക്കി, അപ്പോഴും ചളിവെള്ളം. ഇതപ്പോ നമ്മളെ പരിപാടി. ആൺകുട്ടി ടാങ്കിൽ എത്തിയിട്ടുണ്ടാവും.
ആൺകുട്ടി ടാങ്കിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടാവും, കാരണം അവൻ അറിയാം പ്രശ്നം പെടുകയാണെന്ന്. ചിലവർ കിണറ്റിന്റെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും, കാരണം ടാങ്ക് വൃത്തിയാക്കാനും ശരിയാവില്ല, കിണറ്റിലെ വെള്ളം ചെളിയ വെള്ളം. ഇതൊക്കെ നോക്കിയാലാണ് ആ കിടക്കുന്നത്. അല്ലാതെ നമ്മളെ പോലെ പൈപ്പ് മാറ്റിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല. അവിടെ കിടക്കുന്നത് കിണറ്റിൽ ഇറങ്ങിയ ആളുകൾ. അവരെ കൂടെ നിന്നാൽ അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. നബിയിൽ മുസ്തഫ. അപ്പൊ തഖ്വയുടെ ഹഖീഖത്ത്, ആ ഹഖീഖത്ത് അല്ലാ യറാക റബ്ബുക വ മൗലാക ഹൈതുമാ നഹാക. മൗല റബ്ബ് നിന്നെ കാണുന്ന സമയത്ത് അവന് വിരോധിച്ച പ്ലാറ്റ്ഫോമിൽ നിന്നെ അവൻ ഒരു സെക്കൻഡും കാണാതിരിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ഹഖീഖത്ത്. അവിടെ പാർത്ത ആളാണ് CM വലിയുള്ള. റബ്ബ് എന്നുള്ള ഇസ്മ തലയിൽ കയറണം. അതുകൊണ്ടല്ലേ നിസ്കാരത്തിലൊക്കെ റബ്ബാക്കിയത് അല്ലേ? നിസ്കാരം തുടങ്ങണേ എങ്ങനെയാണ്? വജ്ജോത്തും അല്ലേ? വജ്ജോത്തുള്ള റബ്ബല്ലത്. ഇന്ന സ്വലാത്തി വനുസ്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിലെ ഏറ്റവും മനോഹരമായ, കവിതാക്കൾക്ക് പോലും എഴുതാൻ കഴിയാത്ത പ്രണയത്തിന്റെ തേൻതുള്ളി ഉറ്റിവിടുന്ന ലവ് ലെറ്റർ അല്ലേ ആ എഴുതുന്നത്, മനസ്സുകൊണ്ട് എഴുതുന്നത്. ഇന്ന സ്വലാത്തി വനുസ്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് കഴിഞ്ഞിട്ട് ഫാത്തിഹക്കാണ് കയറിയാലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് കഴിഞ്ഞിട്ട് റുക്കൂക്ക് പോയാലോ സുബ്ഹാന റബ്ബിയൽ അലീം ആണ് കഴിഞ്ഞിട്ട് ഇത്താലിക്ക് വന്നാലോ റബ്ബനാ ലക്കൽ ഹംദ് ആണ് കഴിഞ്ഞിട്ട് സുജൂദിക്ക് പോയാലോ സുബ്ഹാന റബ്ബിയൽ അലാ ബിഹംദി അത് കഴിഞ്ഞിട്ട് രണ്ടിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ റബ്ബിഗ്ഫിർലി. ഒക്കെ റബ്ബാണ്. കാരണം ഇലാഹിനെ കണ്ടുകൊണ്ട് ആരാധിച്ചാൽ മഹബത്ത് വരൂല, റബ്ബിനെ പഠിച്ച് ആരാധിച്ചാൽ മഹബത്ത് വരും. മഹബത്ത് ഓവറായാൽ പിന്നെ നമ്മളെ വീക്ഷണത്തിനൊക്കെ പുറത്തം വിടും. വലാക്കില്ലാത്ത നമ്മൾ മയ്യിത്ത് എന്ന് പറയും, അവര് പുറത്തം വിട്ട ലോകത്തായിരിക്കും. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മനുഷ്യൻ അല്ലാഹുവിന്റെ ഖലീഫയാണ്. സൂര്യൻ അല്ലാഹുവിന്റെ ഖലീഫയല്ല, ചന്ദ്രൻ അല്ലാഹുവിന്റെ ഖലീഫയല്ല. അനത്തുദിച്ച നക്ഷത്രങ്ങളിൽ കോടികളായ താരങ്ങളൊന്നും അല്ലാഹുവിന്റെ ഖലീഫയല്ല. ഏഴാകാശങ്ങളിലൊന്നും അല്ലാഹുവിന്റെ ഖലീഫയല്ല. ഏഴ് ഭൂമികളിലൊന്നും അല്ലാഹുവിന്റെ ഖലീഫയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയല്ല. മഴ തരുന്ന മീകായിൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയല്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയല്ല. എണ്ണിയാലൊടുങ്ങാത്ത കോടാനക്കോടി മലക്കുകളെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് പറഞ്ഞതുപോലെ ഖലീഫത്തുല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല. ഖലീഫത്തുല്ലാഹി ഉള്ളത് സൂര്യനിലല്ല, ഖലീഫത്തുല്ലാഹി ഉള്ളത് ഏഴാകാശങ്ങളിലല്ല. ഖലീഫത്തുല്ലാഹി ഉള്ളത് ചെറിയ ഗോളമാകുന്ന ഭൂമിയിലാണ്. ഭൂമിയോ 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമാണ് സൂര്യനുള്ളത്. 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമുണ്ട് സൂര്യന്. 15 കോടി കിലോമീറ്റർ ഉണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. എന്നിട്ട് യൂസ നബി അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സൂര്യനെ മടക്കി വിളിച്ചു. സൂര്യൻ കണ്ട് റിട്ടേൺ അടിച്ചു. ഇവിടുന്ന് റിവേഴ്സ് ഗിയർ, സൂര്യൻ കണ്ടു. കാരണം യൂസ അലൈഹിസ്സലാം ഖലീഫത്തുല്ലാഹിയ, അംബിയാ കുടുംബത്തിലെ തലവനായ ഖലഖല്ലാഹുൽ ഖൽഖ വഖ്താറ മിനൽ ഖൽഖി ബനി ആദമ വഖ്താറ മിൻ ബനി ആദമ അൽ അറബ വഖ്താറ മിനൽ അറബി മുളറ വഖ്താറ മിൻ മുളറ ഖുറൈശൻ വഖ്താറ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വഖ്താറനി മിൻ ബനി ഹാഷിം ഫഅന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ചൊല്ലിക്കേ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വതഖലൈനി വൽ ഫരീഖൈനി മിൻ رب ومن جميع مولاي അറിയുന്ന രീതിയിലായിക്കോട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം
ഏതൊരു കൈവെള്ളയിലാണോ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും അധികാരത്തിന്റെ താക്കോൽ പടച്ചവൻ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ചെങ്കോലേന്തിയ അധികാരമേന്തിയ താക്കോലേന്തിയ ഇഹലോകത്തും പരലോകത്തും പ്രതാപശാലിയും സയ്യിദും കുടുംബത്തിന്റെ നേതാവുമായ ഹൃദയത്തിന്റെ സുൽത്താനേ, ഖൽബിന്റെ ഖിബിലയേ, അമ്പിയാക്കളിൽ സയ്യിദേ, മനുഷ്യ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യരക്ഷകരെ, ലോകത്തിന്റെ അധ്യാപകരെ, വിശ്വാസികളുടെ ആത്മാവേ, അർവാഹകളുടെ ഖിബിലയേ, ആത്മാക്കളുടെ പിതാവേ, പ്രപഞ്ചത്തിന്റെ പ്രാരംഭമേ, സലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റുത് തമാമി അസ്സലാമു അലൈക സൈനുൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ അല്ലാഹു 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 അല്ലാഹു. നിങ്ങളെ ഏതായാലും ആരും പോണിച്ച് നിന്നോണ്ട് വേല വെക്കണം. നബിനെ കസേര ഇരുന്നാൽ അള്ളാഹ്ക്കും ഏറ്റവും ഇഷ്ടതായിരിക്കും, CM-ന് ഏറ്റവും ഇഷ്ടമായിരിക്കും. ഏതായാലും പോണില്ലല്ലോ. പോവാത്തവരൊക്കെ കസേരയിക്കുക, പോണവരൊക്കെ പോവാ, പോകുന്നവര് പിടിച്ചു നിർത്തില്ല. പോവാത്തവര് ഇവിടെ കസേര ഇരുന്നാൽ അള്ളാഹ്ക്കും മഹാനായ CM-ന് അടക്കം കുറച്ചുകൂടി തൃപ്തിയതായിരിക്കും. ഇതൊക്കെ അവർക്ക് അള്ളാഹു തആല ലൈവായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതത്ര സംശയമുള്ളത്? അവിടെ പോയി സലാം പറഞ്ഞ് നിങ്ങളെ മാത്രമല്ല കാണുന്നത്, നിങ്ങൾ ആരൊക്കെ കസേര ഇരിക്കണം. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ലൈവായിട്ട് ആഫ്രിക്കുന്ന കാണുന്നവരില്ലേ? അപ്പൊ നമുക്ക് ഭൂമിന്റെ മുകളിൽ ഇതൊക്കെ നടക്കും, ഉള്ളിക്ക് ബാബിനെ നടക്കൂല. അവിടെയുണ്ട് ലൈവ് എന്ന് കൂട്ടിക്കോളി നിങ്ങള് ഇല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ലൈവ് നടക്കുന്ന എവിടെയാണ്? ഈ ഉറുസിലൊന്നല്ല, മദീനയിലാണ്. അതിനല്ല ലൈവ്. തുറലെന്ന് ഉപയോഗിച്ചത് പ്രദർശിപ്പിക്കപ്പെടുന്ന അർത്ഥം, അതിനാണ് ലൈവ് എന്ന് പറയാം. മറ്റൊരു ഭാഗത്തുള്ളത് മഅറൂലത്തുൻ അലയ്യ എന്ന, അതിനാണ് ലൈവ് എന്ന് പറയാം. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ലൈവ് നടക്കുന്നത് മദീനയിലാണ്. നമ്മളെ അക്കാരിവിന്, നമ്മൾ മരിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു തആല നമ്മളെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് വഖുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വല്ലദീന ആമനു എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കൽ മനുഷ്യന്മാർ തന്നെ ആണെങ്കിൽ പിന്നെ ഔലിയാക്കളുടെ കാര്യം പറയണ്ട. അതിലൊക്കെ തർക്കിച്ചിട്ട് നേരം പോക്കുന്ന ആളുകൾ സമയം കൊല്ലുക എന്നല്ലാതെ അതിലൊക്കെ വാദപ്രകടനോ ഓരോരുത്തർ അവർക്കുള്ള ഹക്കായിട്ട് അമൽ ചെയ്ത് പോകുന്നല്ലാതെ അതിനൊന്നും മറുപടി കൊടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. സമയം നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ കേട്ടോ പിന്നെ വിഷയം നന്നാക്കി മാറ്റി വരുമോ? അതുമില്ല. പിന്നെ എന്തിനാ സമയം കളയുന്നത്? അതുകൊണ്ട് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ എന്താണ് പറഞ്ഞത്? അള്ളാന്റെ ഖലീഫ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അത് ഈ ചെറിയ ഗോളത്തിൽ പാർക്കുന്ന മനുഷ്യനെ കുറിച്ച് മാത്രമാണ്. അവരിൽ നേതാവ് മുത്ത് മുസ്തഫയാ. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് മുസ്തഫ നബിയും അതാ ജ്യോതിർഗോളത്തെ സൂര്യനെ മടക്കി വിളിച്ചു മരുവന് വേണ്ടിയിട്ട്. മരുവ മടിയെ കിടക്കാണ്, അസർ കള്ളായി പോയി. അലിയാർ എണീച്ചിട്ട് കരഞ്ഞു. എന്താ വെച്ച്? ഞാൻ അസർ സ്കെച്ചില്ലായിരുന്നു. അസ്തമിച്ച സൂര്യനെ രണ്ടാമത് വിളിച്ചു, നിസ്കരിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. സൂര്യനേതാ? ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്. ഇങ്ങോട്ട് വന്നറിഞ്ഞ് സൂര്യൻ ഇങ്ങോട്ട് പോന്നു, നിസ്കരിച്ചിട്ടാണ് പോയി. നിഷേധിക്കാൻ പറ്റും? ചന്ദ്രനെ പിളർത്തിയത് നിഷേധിക്കാൻ പറ്റുമോ? നിന്റെ അക്കലിന്, നിന്റെ ഫഹമിന്, നിന്റെ മുഖിന് കയറാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ മുഖിന്റെ നൂൽഫെന്നല്ലാതെ വിഷയം നൂൽഫാവും. ഖുർആനല്ലേ? ഖുർആൻ നിശ്ചയിച്ച ഇസ്ലാം എന്ന് പുറത്തല്ലേ? ഈ വിഷയം നിശ്ചയിച്ചാൽ വെള്ളം ചേരാത്ത കാഫർ ആണ് ഖുർആൻ നസ്സായി പറഞ്ഞത്. സ്വഹീഹ് ബുഖാരിയിലുണ്ട്. സഅലൂ റസൂലല്ലാഹ് അയ്യുരിയകും ആയാ. മുത്തുനബിയുടെ അരികിൽ വന്നുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരുമോ? ഫഅറാഹും മിൻ ശിഖാഖൽ ഖമർ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് ചൂണ്ടാണിവരിൽ അതാ മേലോട്ട് ചൂണ്ടിയപ്പോൾ മേലെ പ്രോജ്വലിച്ച് നിൽക്കുന്ന കമറങ്ങ് പിളർന്നില്ലേ, ബദറങ്ങ് പിളർന്നില്ലേ.
ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയില്ല, ഹദീസിൽ അറിയപ്പെട്ടതല്ല. ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഭൂമിശാസ്ത്രം എന്താ പറയണത് നോക്കണം, നമുക്ക് മാനശാസ്ത്രം എന്താ പറയണത് നോക്കണം. ഈമാനിക മാനുണ്ടെങ്കിൽ ആരപ്പ മാനശാസ്ത്രം നോക്കണം? അപ്പൊ അങ്ങനെയാണ് റസൂൽ അങ്ങനെ പറഞ്ഞോ. പിന്നെ ഐൻസ്റ്റൈൻ എന്താ പറഞ്ഞിങ്ങനെ നോക്കട്ടെ. അതിനുവേണ്ടി ക്യാമ്പ് എടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ ക്യാമ്പിൽ നിന്നും ശാപ്പാടിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റസൂൽ പറഞ്ഞാലും പോരാ, ശാസ്ത്ര മോഡേൺ സയൻസ് എന്താ പറയണെന്ന് അവർ നോക്കുന്നു. അള്ളാഹു അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, പണ്ഡിതന്മാർ അതുവഴി ഒരു തീരുമാനത്തിലെത്തിയാൽ നമ്മൾ അതിന്റെ അപ്പുറത്തേക്കില്ല. അതാണ് സുന്നത്തമാത്ത്. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ പറയുന്നത് അള്ളാന്റെ ഖലീഫ അത് മലക്ക് പോലുമല്ല, അത് മനുഷ്യനാണ്, മനുഷ്യനാ. അള്ളാന്റെ ഖലീഫ മനുഷ്യനാ. ആ അമ്പിയാക്കളാവണ്ട, ഔലിയാക്കളായ പോരെ. ഔലിയാക്കൾ നേതാവല്ലേ, സ്വഹാബാക്കൾ അവരുടെ നേതാക്കളല്ലേ, അതോത്തിയല്ലേ സഹാബാക്കള്. ഖത്താബിന്റെ കാലത്ത് മദീന ഒന്നായിട്ടാണ്ട് കുലുങ്ങി. ആളുകൾ ഓടിക്കൂടിയിട്ട് അമീറിനോട് പറഞ്ഞു, ഉമറേ ഭൂമി ഒന്നായിട്ട് കുലുങ്ങിയിട്ടുണ്ട്, അവിടെ ഒന്നായിട്ട് പോരൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്, മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്, ആളുകൾ അപകടം പേടിച്ച് വല്ലാത്ത ഹൈറാനിലാണ്. ദഖലൽ ബൈത്ത, വീട്ടുകാണ്ട് കയറി, ഖറജ പുറത്തേക്ക് ഇറങ്ങി, കയ്യിലുണ്ട് സൗത്തുഹു, കയ്യിൽ ചാട്ടവാറും പിടിച്ചിട്ടാ പിന്നെ കുലുങ്ങിയ ഭൂമിയെ അടക്കാനുള്ള പരിപാടിയാണ് ഖലീഫ എടുക്കുന്നത്. ചാട്ടവാറേറ്റ് അടിക്കണേനും പറഞ്ഞു, നിന്റെ മേലപ്പോ കേറിക്കുന്നത് അള്ളാന്റെ ഖലീഫയാകുന്ന ഞാന്. ഈ നിൽക്കണൊക്കെ അള്ളാഹ് ഉണ്ട് എന്നതിന് സാക്ഷികളാണ്. മര്യാദക്ക് നിന്ന വിവരം ഭൂമിനോടാ ഒരൊറ്റ അടിയാണ്. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവവി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിച്ചിട്ട് കിതാബിൽ പറയുന്നു, ആ അടിച്ച അന്ന് മുതൽ ഞാൻ കിതാബ് എഴുതുന്ന ഈ സമയം വരെ പിന്നെ മദീന കുലുങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നു ആ സമയം വരെ, ആ സമയം മുതൽ ഈ സമയം വരെയും പിന്നെ കുലുങ്ങിയിട്ടില്ല. അവർക്ക് അന്ന് അങ്ങനെയല്ലേ എഴുതാൻ കഴിയും. അപ്പോഴേക്ക് 700 കൊല്ലായിട്ടുണ്ട്. എന്നാൽ ആ സമയം മുതൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വരെ പിന്നെ അങ്ങനെ മദീന കുലുങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? ആ അടി ഇപ്പോഴും ഭൂമിക്ക് അവിടെ ഓർമ്മയുണ്ട്. 4 ദിവസം മുമ്പ് അവിടെ കുലുങ്ങിയില്ലേ, അടിക്കാൻ പറ്റുന്ന ആൺകുട്ടിയില്ല. കാരണം ഖലീഫത്തുള്ള എന്ന് പറഞ്ഞ ആളുകൾ ഇന്നില്ല, കുറവാണ്. ഉള്ളവരൊട്ട് പുറത്തിറങ്ങി അടിക്കൂല്ല, കാരണം അടിക്കേണ്ട ആവശ്യമില്ല. കൗമ അങ്ങനെയാണ്. കൗമ അങ്ങനെ പിന്നെ ഇതിനെ അടിച്ചു നിർത്തുന്ന. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇതൊന്നും തലക്ക് കയറുന്നില്ല മൂലേരെന്ന് പറഞ്ഞാൽ, പന്തലിലുണ്ടെന്ന് മെല്ലെ മഴ ഉണ്ടെങ്കിൽ കൊട ഓടിയിട്ട് അങ്ങനെയാണ് പോവാ. കാരണം അവർ ഈ പന്തലിൽ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് ഖുർആനും ഹദീസുമാണ് പറയണത്. നീ ഏതെങ്കിലും മൗലിദിന്റെ ഏടുന്ന് സൈഡിൽ നിന്ന് എടുത്തിട്ട് ആറാലും ഉദ്ധരിച്ചാന്ന് പറയണ്ട. നമുക്കത് മതി, പക്ഷെ എല്ലാവർക്കും അത് പറ്റൂലല്ലോ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. വളരെ ചിന്തയാണ്. സിഎമ്മിനെ സിഎം ആക്കിയത് തഫക്കുറാൻ. തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് കൽബാണ്. കൽബിലാണ് കോള് കയറ്റേണ്ടത്. വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ തുഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എത്രയാണ് കണ്ട് സത്യം ചെയ്തത്. ഖുർആനിൽ സത്യം ചെയ്യാൻ കുറെ സൂറത്തും ആയത്തൊക്കെ ഉണ്ട്. ഇത്തിരി സത്യം ഒത്തിരി പ്രഖ്യാപനം. ഇവിടെ അങ്ങനെയല്ല, ഒത്തിരി സത്യം ഇത്തിരി പ്രഖ്യാപനം. സത്യം കഴിഞ്ഞു, ഈ പ്രഖ്യാപനാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ കഴിഞ്ഞു. യാസീൻ വൽ ഖുർആനിൽ ഹകീം സത്യം കഴിഞ്ഞു, നീ പ്രഖ്യാപനമാണ്. ഇന്നക ലമിനൽ മുർസലീൻ കഴിഞ്ഞു. ത്വാഹ സത്യം കഴിഞ്ഞു. മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ വിഷയം പറഞ്ഞു. എല്ലായിടത്തും അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സത്യത്തിന്റെ ഒരു മാലപ്പടക്ക. വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ. ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു ഖദ് അഫ്ലഹ മൻ സക്കാഹാ. കാരണം വിഷയം അതിന് സത്യത്തിന്റെ ഒരു ഓലപ്പടക്കത്തിന്റെ തിരി കൊടുത്തു, ചുള്ളിപ്പടക്കല്ല.
ഒരു ഓലപ്പടക്കത്തിനാണ് തീരെ കൊടുത്ത്. എന്നിട്ട് വിഷയം പറഞ്ഞു. അവിടെയാണ് CM ജ്വലിച്ചത്. CM ശരീരത്തിന്റെ ആളല്ല. CM പാറന്റെ മുകളിലേക്ക്, ആകാശത്തിന്റെ മുകളിലേക്ക്, ഭൂമിക്കൊക്കെ നീട്ടി സ്വീകരിക്കാൻ പറ്റുമെന്ന്. പിന്നെ പേടിച്ചു. അൽ-ഇൻസാൻ കണ്ട് കയറിയൊന്നും കണ്ട് തന്നാളെ. കാരണം അമാനത്ത് നിർവഹിക്കാൻ 2 ക്വാളിറ്റി വേണം. ഒന്ന് ലലുമു ആവണം, ജഹൂല് വേണം. CM ജഹൂലുമായിരുന്നു, ലലുമുമായിരുന്നു. ഇന്നഹു കാന ലലൂമൻ ജഹൂല. ലലൂമ് മുജാഹദ കൊണ്ട് ശരീരത്തെ കീഴ്പ്പെടുത്തുന്നതാണ്. ജഹൂല് ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു പിടുത്തമില്ലാത്ത. ആ രണ്ടും കൂടി അവന്റെ പേരാണ് സാഹിദ്. കാലഘട്ടത്തിന്റെ ഇബ്രാഹിം അദ്ദേഹമാണ് ആ കിടക്കുന്നത്. അക്കാലഘട്ടത്തിന് ഇബ്രാഹിം അത്. ഓരോ കാലഘട്ടത്തിൽ ഒരാളുകളുണ്ടാവും. മഹാനായ ഇമാം അബ്ദുല്ലാ ബിൻ അൽ ഹദ്ദാദിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് അക്കാലഘട്ടത്തെ ഇമാം ഗസാലിയാണ്. അത് ഏത് കാലഘട്ടത്തിലും. നീ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, അവസാന കാലത്ത് പരസ്യമായി നടുറോഡിൽ കഴുതകളെ പോലെ കാമകേളികൾ കാണിക്കുന്ന സ്ത്രീ പുരുഷന്മാർ നഗ്നരായി സെക്സ് ചെയ്യും. ആ സമയത്ത് നടന്നു പോകുന്ന ഒരാള് ഇത് നിർത്തൂലെന്ന് എനിക്കറിയാം, പക്ഷെ ഈ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറി നാളെന്ന് പറഞ്ഞാൽ അന്നത്തെ അബൂബക്കർ സിദ്ദീഖ് അവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മറക്കണ്ട. ഈ കാലാണ് കേട്ടോ. നീ ഏതോ കാലത്തേക്ക് കണ്ണ് നടണ്ട. അത് ഇക്കാല. കാരണം ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ റോഡ്. ഇപ്പൊ റോഡ് ഒക്കെ സോഷ്യൽ മീഡിയയിലാണുള്ളത്. ഈ അടുത്ത പേപ്പറിൽ കണ്ടു, ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് പരസ്യമായിട്ട് സെക്സ് ചെയ്യുന്ന മലയാളികൾ. ഈടടുത്ത് ഇപ്പൊ 3 ദിവസം മുമ്പ് റിപ്പോർട്ടുകൾ കണ്ടില്ലേ, വായിച്ചില്ലേ? പരസ്യമായിട്ട് കണ്ടിരിക്കുന്ന ആളുകളിൽ നോക്കുകുത്തികൾ ഒരാൾ പോലും മാറി നിൽക്കുന്ന പറഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും ഈമാനോട് പറഞ്ഞാൽ അന്നത്തെ ഉമർ ബിൻ ഖത്താബും അബൂബക്കർ സിദ്ദീഖും അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. കാരണം ഇപ്പണി ഒന്നും നിർത്തൂലെന്ന് പേർക്കറിയാം. പിന്നെ വഴിയിൽ നിന്ന് മാറിക്കണമെന്ന് പറയാനുള്ള മേനെ ഉണ്ടാവുള്ളൂ. അത് മതി. അതാണ് അന്നത്തെ അബൂബക്കർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ എൻ്റെ ദഅവത്തിന് വർക്കത്തിന് വേണ്ടി ഒരുപാട് വലിയ വിഷയങ്ങളോട് ചില സൂചനകൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്തുകളും തെളിവുകളുമാണ് ഞാൻ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശത്തിന് സമയമില്ല. അതുകൊണ്ട് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. CM എന്തുകൊണ്ട് CM ആയി? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ തൊണ്ടയിൽ നിന്ന് അതരങ്ങളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. എന്നാൽ പഠിച്ച കാര്യങ്ങളൊക്കെ തലയിലും കൽബിലും അങ്ങനെ കേറിയപ്പോൾ CM ആയി. അവര് നിശബ്ദരായി. ആദ്യകാലത്ത് അവരെടുത്ത് ഒരു വലിയ ആബിദും വലിയ മുദരിസുക്കായിരുന്ന കാലത്ത് തന്നെ അവരെടുത്തൊക്കെ ഒരാൾ വന്നാൽ ഒരുപാട് സംസാരിക്കും. അയാളെ വിശേഷങ്ങൾ നോക്കും, എവിടുന്നാ വരുന്നത് നോക്കും, കൊടുക്കാൻ പോകണമെന്ന് നോക്കും. വളരെ എല്ലാവർക്കും പറ്റുന്ന പെരുമാറ്റങ്ങൾ, നല്ല സംസാരം ഒക്കെ ആയിരിക്കും. എപ്പോഴും ഈ ഭാഗത്തുമായിരിക്കും. പിന്നെ അവരെ സംസാരം കുറഞ്ഞു കേവലം വാക്കുകളായി. ഒരാൾ എന്തെങ്കിലും പരാതി വന്ന് പറഞ്ഞാൽ തന്നെ അത് വേണ്ട, ഞാൻ എന്തൊക്കെ അവിടെ പറയാണ്ട്, വേണ്ട, അത് വേണ്ട, മാറലെന്നെ. ആ മക്കാമത്തി വാംതും ലാ തസ്റൂൻ. ആ മക്കാം അങ്ങോട്ട് അറിയില്ല. ലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. ചിലര് പറഞ്ഞു ആളെ കാറ്റ് വലിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തസ്റൂൻ. നിങ്ങൾക്ക് അവരെ ദറജ അറിയില്ല. ഇത് എവിടെ ഉണ്ട്? റൂഹുൽ ബയാനിലെ ഇശാറത്തിന്റെ ഭാഗം എടുത്ത് നോക്ക്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഞാൻ വെറുതെ പറയില്ല. ദറജ നമുക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിൽ അവരേക്ക് വഴിക്ക് വിടണം. നിനക്ക് വേണ്ടേ? നീ ഇത്തിബാ ചെയ്യണ്ട. നിനക്ക് വേണ്ട മഹബത്തിനുള്ള സൗഭാഗ്യല്ലേ? അതിന് അള്ളാഹു തആല എന്റെ കൽബ് പാകപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ആക്ഷേപിച്ചാൽ ആക്കമത്ത് ചീഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഒരിക്കൽ മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ മുമ്പിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ദുല്ലനീ അലാ അബദി അഹ്ലിൽ അർളി. ഇന്ന് ഭൂമിയിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാരണം നിങ്ങൾക്ക് അയാളെ അറിയുമല്ലോ. ജിബ്രീൽ മഹാനായ യൂനുസ് അലൈഹിസ്സലാമുമായി ഒരു മനുഷ്യന്റെ അരികിൽ ചെല്ലുകയാണ്.
ബഗ്ദാദി തങ്ങൾ അവിടുത്തെ നസായി എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെയും ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ജീവിതം കൊണ്ട് ഒരു മനുഷ്യന്റെ അരികിലേക്കുണ്ട്. ഈ ഭൂമിയിൽ ഇന്ന് ഭൂമിപത്ത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരുമെന്നാ ചോദിച്ചത്. അഫുലിൽ ഇട്ടിട്ടാ ചോദിച്ചത്. ആ ആളെ കാണിച്ചു കൊടുക്കാനാ നബിയുല്ലാഹി യൂനുസ് നബി ഇസ്ലാമിനെ നബി ഇസ്ലാം കൊണ്ടുവന്നത്. ഒരു മലഞ്ചെരിവിൽ പോയി ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ പ്രത്യേകത, കുഷ്ഠരോഗം ബാധിച്ചിട്ട് രണ്ട് കൈയും അറ്റ് മുറിഞ്ഞു നിൽക്കണം. രണ്ട് കൈയും രണ്ട് കാലും ചീഞ്ഞു പോയിക്കണം. കുഷ്ഠരോഗം ബാധിച്ചിട്ട് കാലും രണ്ട് കൈയും ഇല്ല, രണ്ട് കാലും ഇല്ല. അയാൾ അഅബദാണെങ്കിൽ ആൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റണ്ട. ആളാണ് ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ആളെങ്കിൽ അയാൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ റുക്കൂ ചെയ്യാൻ പറ്റണ്ട. ആളാണ് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന രൂപത്തിൽ അതേ ഇബാദത്ത് ചെയ്യണ്ടേ. അതിനാൾക്ക് കഴിയില്ലല്ലോ. രണ്ട് കൈയും ഇല്ല, രണ്ട് കാലും ഇല്ല. കിടക്കാണ് പായല്, ഒരു പുല്ലായി കിടക്കാണ് അന്നത്തെ. അപ്പോ യൂനുസ് അലൈഹി സ്വലാം ഇങ്ങനെ എന്താ അയാൾ ഇപ്പൊ ഏറ്റവും വലിയ ആബിദായത്? അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ദിക്റില്ലെന്നുണ്ട്. എന്താ അത് അറിയപ്പെട്ട ദിക്റോ യൂനുസ് അലൈഹിസ്സലാം പഠിപ്പിച്ച ദിക്റോ അല്ല, അദ്ദേഹം ചൊല്ലുന്നുണ്ട്. യാ അല്ലാഹ് മത്തഅതനീ ബിഹിമാ ഹൈതു ശിഅ്താ വസലബ്തഹുമാ ഹൈതുമാ ശിഅ്താ വഅബ്ഖൈത ലീ ഫീകൽ അമലു യാ റബ്ബു യാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ രണ്ട് അവയവങ്ങളെ കുറിച്ച് പറയുകയാണ്. പടച്ചവനെ, മത്തഅതനീ, നീ എന്നെ സുഖിപ്പിച്ചിരിക്കുന്നു. ബിഹിമ, ആ രണ്ട് അവയവങ്ങളെ കൊണ്ട്, ഹൈതു ശിഅ്താ, നീ ഉദ്ദേശിച്ച സമയത്തൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നീ ആ രണ്ട് അവയവങ്ങളെ നീ ഉദ്ദേശിച്ച സമയത്ത് എന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. കാരണം ഇപ്പോൾ ആ അവയവങ്ങൾക്ക് കുഷ്ഠം ബാധിച്ചുകൊണ്ട് അവകൾ അതാ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്, ചീഞ്ഞു നാറി കിടക്കുകയാ, ദ്രവിച്ച് കിടക്കുകയാ. പക്ഷെ ആ സമയത്തും ആ മനുഷ്യൻ പറയുന്നുണ്ട്, എന്നാലും കൽബാകുന്ന അത്ഭുത പ്രതിഭാസമായ അവയവത്തെ നിന്റെ മാരിഫത്ത് കൊണ്ട് നീ സുഖിപ്പിച്ചല്ലോ. അതിൽ നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ അമലുകളുണ്ടല്ലോ, അതിൽ ദിക്റിന്റെ അമലുകളുണ്ടല്ലോ. അത് നീ എടുത്തു മാറ്റില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് നിനക്കാണ് സകല സ്തുതിയും അല്ലാഹ്. കുഷ്ഠരോഗം ബാധിച്ചിട്ട് രണ്ട് കൈയും രണ്ട് കാലും ദ്രവിച്ചു പോയ മനുഷ്യനെ അള്ളാനെ ഹംദ് ചെയ്യാൻ. ഇത് രണ്ട് കൈയും രണ്ട് കാലുകളേ കൊണ്ടിട്ടുള്ളൂ. നിന്നെ മനസ്സിലാക്കാൻ കൈകൊണ്ട് പറ്റൂല, കാലുകൊണ്ട് പറ്റൂല, അതിന്റെ കൽബോണ്ട് പറ്റുള്ളൂ. എന്റെ കൽബിന് ഈ കുഷ്ഠരോഗം തന്നിട്ടില്ലല്ലോ, അതിൽ മാരിഫത്തോണ്ട് ഈ സുഖം തരികയാണല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോ യൂനുസ് നബി ഇസ്ലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് നബി ഇസ്ലാം വെച്ചു, എങ്ങനെയുണ്ടെന്ന് വെച്ചു. എങ്ങനെയുണ്ട്? യൂനുസ് ഒന്നും മിണ്ടിയില്ല. അപ്പൊ നബി ഇസ്ലാം പറഞ്ഞു, എന്നോട് അള്ളാ വേറൊരു ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അയാളെ കാണുമ്പോ അയാളെ രണ്ട് കണ്ണും പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത പരിപാടി മൂപ്പരെ കണ്ണു പൊട്ടിക്കലാണ്. സുബ്ഹാനല്ലാഹ്. രണ്ട് കയ്യുമില്ല, രണ്ട് കാലുമില്ല. ഇനിയിപ്പോ അടുത്ത പരിപാടി കണ്ണു പൊട്ടിക്കല. നബി ഇസ്ലാം എന്നിട്ട് ഒരു ചെറിയ ആക്ഷൻ, രണ്ട് കണ്ണുകൊണ്ട് പൊട്ടി. അപ്പൊ തന്നെ പൊട്ടി, രണ്ട് കണ്ണും പൊട്ടി. യൂനുസ് നബി ഇസ്ലാം അത്ഭുതപ്പെട്ടു. ഇനി എന്താ അയാൾ പറയാ? ഉടനെ ഇതേ ദിക്ർ, ഒരു മാറ്റമില്ല. മത്തഅതനീ ബിഹിമാ ഹൈതു ശിഅ്താ വസലബ്തഹുമാ ഹൈതു ശിഅ്താ വഅബ്ഖൈത ലീ ഫീകൽ അമലു യാ അല്ലാഹു യാ റബ്ബ്. പടച്ചവനെ, ഇനി കണ്ണിന്റെ കാര്യവും അങ്ങനെയാണ്. നീ ഉദ്ദേശിച്ച സമയത്തൊക്കെ കണ്ണിന് കാഴ്ച തന്ന രണ്ട് കണ്ണുകൊണ്ട് എന്നെ നീ സുഖിപ്പിച്ചില്ല. നീ ഉദ്ദേശിച്ച സമയത്ത് ആ രണ്ട് കണ്ണ് നീ പിൻവലിച്ചില്ല. എന്നാലും കൽബ് നീ പൊട്ടിച്ചില്ലല്ലോ, കൽബിൽ അന്ധത വന്നില്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ ജിബീസ്ലാം പറഞ്ഞു, ഞാൻ അള്ളഹാനോട് ദ്വാരുന്നോളി, അള്ളഹാനോട് നിങ്ങൾ ദ്വാരുന്ന കണ്ണിന് കാഴ്ചയും കിട്ടും, കയ്യും കാലും കിട്ടും എന്ന് പറഞ്ഞു. നദൂമാക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടെ ആമീൻ പറയാം. ആമീൻ പറഞ്ഞതും ദ്വാ തന്നെയാണല്ലോ. ദ്വാ അദ്ദേഹം ആമീൻ പറയുന്നത് ജിബീൽ ഇസ്ലാമും യൂനുസ് നബി ഇസ്ലാമും. ഉത്തരം കിട്ടുമല്ലോ, അദ്ദേഹത്തിന് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? ഞാൻ തോർക്കൂല.
ഇത് എന്റെ ശരീരത്തിൽ അള്ളാഹു തആല ഉദ്ദേശിച്ചതും അള്ളാഹു ആഗ്രഹിച്ചതുമാണ്. എനിക്ക് എന്റെ ആഗ്രഹത്തിനേക്കാൾ വലുത് എന്റെ ശരീരത്തിൽ പടച്ചോന്റെ ആഗ്രഹം നടപ്പിലാവല. ഇപ്പൊ നടപ്പിലായത് അള്ളാന്റെ ആഗ്രഹമാണ്. അത് അങ്ങനെ തന്നെയാണ് പോയിക്കോട്ടെ. അപ്പൊ യൂനുസ് അലൈഹിസ്സലാം പറഞ്ഞു, ഇനി ഒന്നും മുണ്ടണ്ടേ, നമ്മൾ പോവാ. ഭൂമിയിലുള്ള ഏറ്റവും വലിയ ആബിദിനെ ഞാൻ കണ്ടു. ഇനി ഒന്നും മുണ്ട, കാരണം ഇനി മുണ്ടിനനുസരിച്ച് കൊണ്ടുള്ള നിയമത്തൊക്കെ എടുത്തു. അതുകൊണ്ട് സ്ഥലം വിടുക. എനിക്ക് മനസ്സിലായി, ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്, അങ്ങനത്തെ ചില ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ പടച്ചവൻ പറഞ്ഞത്, വലനബ്ലുവന്നകും, നിശ്ചയം ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, ബിശൈഇൻ മിനൽ ഖൗഫി, അല്ലാഹുവിന്റെ ഖൗഫ് ഖൽബിൽ ഇട്ട് തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാണ്. അവർക്ക് ഖൗഫിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, എന്നാലും ഖൗഫ് അല്ലാഹ് ഇട്ട് കൊടുക്കും. അത് പരീക്ഷണമാണ്. അവ ഔലിയാക്കളും ചിലപ്പം പാമ്പിനെ കണ്ടാൽ പേടിക്കൊക്കെ ചെയ്യും, നായനെ കണ്ട ഓടുകയൊക്കെ ചെയ്യും. ചിലരൊക്കെ കാണാൻ അർത്ഥം വെച്ചിട്ട് കാട് കയറിയിട്ട് ഒരു കാലത്ത് ഒന്നിന് പോയി, അങ്ങനെയൊന്നുമില്ല. ഞാൻ അർത്ഥമില്ല, അങ്ങനെയൊന്നും കാട് കയറി പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ എതിരാളികളുണ്ട്, എക്സ് മുസ്ലിമീങ്ങൾ. അവർ ഔലിയാക്കൾ പാമ്പിനെ പേടിച്ച് ഓടിയതൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഉദ്ധരിക്കും. അപ്പൊ നിങ്ങൾ ആയത്ത് തെറ്റിയില്ലേ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞ ചില മഹാന്മാർ കൊടുത്ത അർത്ഥം, അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പക്ഷെ ചില പരീക്ഷണാർത്ഥം ഉണ്ടായിന്ന് വരും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ നേരെ ഫിർഔന്റെ സാഹചര്യങ്ങൾ കാരിട്ട് കൊണ്ട് പാമ്പാക്കിയപ്പോൾ പാമ്പിനെ കണ്ടുകൊണ്ട് മൂസാ നബി പേടിച്ചു എന്ന് തഫ്സീറിലുണ്ട്. പേടിച്ചു എന്നുണ്ട്, ഖൽബിൽ ഖൗഫ് വന്നിട്ടുണ്ട് എന്ന്. അത് അല്ലാഹ് ഇട്ട് കൊടുക്കുന്ന സൈസ് പേടിയാ. അത് പരീക്ഷണമാണ്. അതിന്റെ ആവശ്യമില്ല, എന്നാലും പരീക്ഷണം ഉണ്ടാവും. ഇത് ആര് വെച്ച അർത്ഥാന്നറിയോ? നമ്മളെ മദ്ഹബിന്റെ ഇമാം ഷാഫി ഇമാം ഈ ആയത്തിന് ഇങ്ങനെയാണ് അർത്ഥം വെച്ചത്. അല്ലാത്ത അർത്ഥം ആയത്തിനുണ്ട്. ആ ആയത്തനുസരിച്ച് ഇപ്പൊ വഖഫിന്റെ അവർക്കൊക്കെ പോവാ, അതൊക്കെ ശരിയാണ്. അതിനൊക്കെ എനിക്ക് കഴിയും. അത് സെമിനാറിലാണ് അർത്ഥം വെക്കുക. ഇവിടെ തസൂഫിന്റെ കാര്യം പറയേണ്ടത്. വലനബലുവന്നക്കും ലാമ തഅക്കീദാണ്, തഖീലാന്റെ നൂനും തഅക്കീദാണ്. ഇത് നഹ്വ് അറിയുന്ന ഉസ്താദുമാർക്കറിയുന്ന സത്യമാണ്. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, പേടിക്കേണ്ടതല്ലാത്ത ചില കൽബുകളിലും പടച്ചവന് പേടി ഇട്ട് കൊടുത്തുകൊണ്ട് നിശ്ചയോ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. ഈ ഖൗഫ് അല്ലാഹുവിന്റെ റസൂലിനെ വരെ ഉണ്ടായിരുന്നു. ബിശൈഇൻ മിനൽ ഖൗഫി, ഖൗഫ് കൊണ്ട് പേടി ഇട്ട് കൊടുക്കുന്നതാണ്. സകാത്തിന്റെ മസല ഇറക്കിയിട്ട് പൈസ കുറക്കുന്നതാണ്. വൽ അൻഫുസി, ശരീരത്തിന് രോഗങ്ങളെ തന്നുകൊണ്ടും പടച്ചവനെ പരീക്ഷിക്കുന്നതാണ്. നമുക്കുള്ള മക്കളെ മരിപ്പിച്ചുകൊണ്ടും പടച്ചവനെ പരീക്ഷിക്കുന്നതാണ്. എല്ലാ പരീക്ഷണങ്ങളും ശക്തമായി നേരിട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ, അല്ലേ? എന്നിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഈ ആയത്ത് ആദ്യം ബാധകമാകുന്നത് റസൂലുള്ളാഹിക്കാണ്. ഇത് എന്റെ അഭിപ്രായമല്ല, ഷാഫി ഇമാം എഴുതി വെച്ചത്. ഇത് ഷാഫി ഇമാം എഴുതി, എന്റെ അഭിപ്രായമല്ല. ഇമാമുന ഷാഫിയുടെ തഫ്സീറാണ്. കാരണം റസൂലുള്ളാഹിക്ക് അള്ളാഹിന്റെ ഖൗഫിന്റെ ഒരു പരീക്ഷണം ഉണ്ടായി. റസൂലുള്ളാഹിക്ക് പേടിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നാലും ഖൗഫ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ എന്താ? റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നു സമ്പത്ത്. ഇമാം ബുഖാരി, അള്ളാഹിന്റെ റസൂൽ വഫാത്താവുമ്പോ പടയെങ്കി യഹൂദിയുടെ കസ്റ്റഡിയിലാണ്, പണയത്തിലാണ്. കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോ സക്കാത്തും മാത്രല്ല ഒക്കെ കൊടുത്തു. പിന്നെ രോഗം ഉണ്ടായില്ലേ, പനി പിടിച്ചില്ലേ. പിന്നെ തമറാത്ത് തന്നെ ഔലാദ് എന്നാ ഔലിയാക്കളെ തഫ്സീറിലുള്ളത്. ഔലാദിൽ മനുഷ്യന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ തലമുറയെ നിലനിർത്തുന്ന ആൺകുട്ടികളെ കുറിച്ചല്ലേ? അല്ലേ? നമ്മുടെ ഉസിരും വീര്യവും നിലനിർത്തുന്ന ആൺകുട്ടികളല്ലേ? അൽ വലതു സിറു അബി എന്നല്ലേ? ഇവിടെയോ അല്ലാഹുവിന്റെ റസൂലിന് മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. മാകാന മുഹമ്മദുൻ, മുഹമ്മദ് നബി അല്ല, അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ 15 വയസ്സ് ഉള്ള ഒരാളുടെയും ബാപ്പയല്ല. റസൂലുള്ളാഹി ഹബീബിന്റെ ആൺകുട്ടികൾ മുഴുവനും 15 വയസ്സിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി റസൂലുള്ളാഹിക്ക് ഉണ്ടെങ്കിൽ അബൂജഹൽ ഇസ്ലാമിനെ വഷളാക്കാൻ ഈ ആയത്ത് മാത്രം മതിയായിരുന്നു. ആയത്ത് കാരണം റജുലൂന്ന് അറബി പറയണമെങ്കിൽ പ്രായപൂർത്തിയാവും, അല്ലെങ്കിൽ റജുലു എന്ന് പറയുന്നത്. ഇതെവിടെ ഉണ്ട്? റൂഹുൽ ബയാനിലുണ്ട്, ഇതെവിടെ ഉണ്ട്? റാസിയിലുണ്ട്, ഇതെവിടെ ഉണ്ട്? ലത്തൈഫിലുണ്ട്. ഞാൻ വെറുതെ പറയില്ല, എനിക്ക് വെറുതെ ആയത്തുകൊണ്ടിട്ട് കളിക്കാൻ പറ്റുമോ? ഇവിടെ ഉസ്താമാരുള്ള ദാസല്ലേ, മൂക്ക് നോട്ടാക്കൂല അവര്. എനിക്ക് ആയത്തുകൊണ്ടിട്ട് മരണക്കെണ്ണാലും മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? ഇത് തഫ്സീറാണ് ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം.
ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തില് ചിന്തിക്കണേ. ഇനി കേട്ടോ, ഇങ്ങനെ പലതരം വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും യാതനകളും വേദനകളും വരുമ്പോ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ മനസ്സിന്റെ അവസ്ഥയും അവരുടെ നാവിന്റെ അവസ്ഥയോ ഇന്നാ ലില്ലാഹ്, എന്റെ മോന് മാത്രമല്ല, എന്റെ സമ്പത്ത് മാത്രമല്ല, എന്റെ കച്ചവടം മാത്രമല്ല, എന്റെ കെട്ടിയവള് മാത്രമല്ല, എന്റെ കുട്ടികൾ മാത്രമല്ല, നമ്മളെല്ലാം ലില്ലാഹ്, പൂർണ്ണമായും അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരുമാ. ഇത് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, നാവുകൊണ്ട് ഇപ്പൊ എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റിക്കറും നാവുകൊണ്ട് ഒരു കളിയാണ്. നാളെ ഒരു കള്ളുഷാപ്പിന്റെ അരികിൽ ഒരു ഇന്നോവ ഞാൻ കണ്ടോ, ഇതിന്റെ ബാക്കിലുണ്ട് കള്ള് ഏറ്റാക്കും, കള്ളും കുപ്പിയേറ്റ് ആ ഒരു വണ്ടിക്ക് കയറുന്ന അതേ ഇന്നോവന്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അതിന്റെ ഉള്ളിലാണ് 3 കള്ളും കുപ്പിയേറ്റ് കയറുന്നത്. അപ്പൊ സ്റ്റിക്കറിന്റെ കുറവ് എവിടില്ല, സ്ലിപ്പിന്റെ കുറവ് എവിടില്ല. തവക്കൽതു അലല്ലാഹ് എല്ലാ വീട്ടിലുണ്ടാവും. കിടക്കുന്ന ഒരൊറ്റ കുട്ടിക്കും തവക്കലുണ്ടാവില്ല, താക്കോലുണ്ടാവും. എല്ലാ ഡോറുമലും ഉണ്ടാവും തവക്കൽതു അലല്ലാഹ്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരൊറ്റ കുട്ടിക്കും താക്കോലല്ലാതെ തവക്കലുണ്ടാവും. എവിടെ എന്തിന്റെ കുറവ്? പ്രഖ്യാപനത്തിലും മുദ്രാവാക്യത്തിലും എഴുത്തിലും നമ്മൾ കമ്മിയുണ്ടോ? അതൊക്കെ കൂടി തലേ കയറി നമ്മളും ചെയ്യാമാവൂലേ? ഒക്കെ കൂടി കയറണ്ട, 2-3 കയറിയാൽ മതി. 2-3 കയറി നമ്മളും ആവൂലേ? ഒരു മിനി വലിയാവൂലേ? മെഗ വേണ്ട, മിനി ആവൂലേ? പിന്നെ ഉയർന്ന് അള്ള തരണല്ലേ. നമുക്ക് ഈ നാവുമെന്ന് കൊഴിഞ്ഞേണ്ട എന്തെങ്കിലും ഒന്ന് തലയിലുണ്ടോ, കൽബിലുണ്ടോ? നമ്മളെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാവോ? ചിന്തിക്കണേ, വളരെ ഗൗരവത്തില് ചിന്തിക്കണേ. അള്ളാഹുവിന്റെ സഹായനെ ബഹുമാനിക്കാനൊരവസ്ഥ നിങ്ങൾ എത്തും. 4 ഒരു തക്ക് വേണം. കാലബിന്റെ തക്കവുണ്ട്. കാലബിന്റെ തക്കവ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ തക്കവ, കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ പുറത്ത് കാണിക്കുന്ന തക്കവ. കൽബിന്റെ തക്കവുണ്ട്. കൽബിന്റെ തക്കവാണെങ്കിൽ അള്ളാഹിന്റെ ഷായറിനെ ബഹുമാനിക്കണം. അള്ളാഹിന്റെ ഷായറാണ് ഇന്ന സഫാ വൽ മർവത മിൻ ഷായരില്ല. സഫ എന്ന് പറയാൻ കാരണം എന്താ? ഒരു സൊഫി അതിന്റെ മുകളിൽ ഇരുന്നതാണ്. ഏതാ സൊഫി? സൊഫിയുല്ലാഹി ആദം. അതുകൊണ്ട് ആ മലക്ക് സഫ എന്ന് പേര് വന്നത്. ഇത് ലൈവ് പോകണ്ടെന്ന് എനിക്കറിയാം. കിതാബ് ചോദിച്ചാൽ മണിമണിയായിട്ടാണ് പറയും. അതാണ് ഇത്. എന്തെങ്കിലും ആറോളം ഉദ്ധരിക്കല്ല. കിതാബ് കണ്ടു ചോദിച്ചാൽ മണിമണിയായിട്ട് പറയും. ഇവിടെ ഞാൻ വാദപ്രയോഗം നടത്താൻ വേണ്ടി വന്നത്. എന്നോട് ചോദിക്കാതെ സോഷ്യൽ മീഡിയ കയറിയിട്ട് വെറുതെ മേടാൻ നിൽക്കരുത്. എന്നോട് ചോദിക്കാതെ ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നല്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഈ ഇവിടെ ഉണ്ടല്ലോ, എന്റെ കയ്യിൽ മുമ്പിലുണ്ട്, എന്റെ കയ്യിൽ മുമ്പിലുണ്ട്. നിങ്ങൾ ആ പറഞ്ഞത് ഏത് കിതാബിലെന്ന് വെച്ചാൽ ഞാൻ മണിയായിട്ടാണ് പറഞ്ഞു. പിന്നെ എന്തിനാ വെറുതെ മനുഷ്യനോട് ചോദിക്കാതെ സോഷ്യൽ മീഡിയ കയറിയിട്ട് ഈ 10 പറഞ്ഞ് ആഖിറത്തിന്റെ അക്കൗണ്ടിലേക്ക് നരകം ഉണ്ടാക്കണ്ടല്ലോ. ആ സമയം കൊണ്ട് നാളെ വിക്കരല്ലിട്ട് സ്വർഗം ഉണ്ടായിക്കൂടെ? അതുകൊണ്ട് ചിന്തിക്കണേ. സഫാന മലക്ക് പേരെ കയറാൻ കാരണം സൊഫിയുല്ലാഹി ആദമിന്റെ കഥമോടെ തട്ടിയതാ. മർവ എന്ന് പേര് വരാൻ കാരണം ഒരു സ്വാലിഹത്തായ മർഅത്തിന്റെ മേലെ കയറിയിരുന്നതാ. അത് ഹവ്വ ബീവി. നിനക്ക് അസലുണ്ട്, നീ അതിനെ ബഹുമാനിക്കാനുള്ള കാരണം പഠിച്ചോ. ദീൻ എന്താന്ന് മനസ്സിലാക്കുക. കുറച്ച് സനത് ചെയ്ത ഹദീസ് മനപ്പാടാക്കിയാ പോരാ. ദീനൊരു മർമ്മുണ്ട്. അവിടേക്ക് എത്താതെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടും കാര്യമില്ല. ഇന്നേക്കാൾ ഉദ്ധരിച്ചിരുന്നു ഖവാരിജ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, അല്ലാഹു ഷായറിനെ ബഹുമാനിക്കുന്ന ചെറിയ കാര്യമല്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വഴിമാറ്റത്തിന്റെയും ദറജയുടെയും പിന്നിൽ ഉദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളിൽ അങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്. ബലത്തിലുള്ള ഞാൻ ബലമുള്ള ഭാഷ കൊണ്ട് പറയും. ബലത്തിലില്ലാത്തത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ വെച്ചിട്ട് ഞാൻ പറയും. അത് മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങൾ അവിടെ എങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ബലത്ത് പറയണത് ബലാബലത്ത് പറയും, ബലമില്ലാത്തത് അതിന് പറ്റുന്ന പ്രയോഗങ്ങൾ കടത്തി വെച്ചിട്ടാ പറയും. അതുകൊണ്ട് ഞാൻ പറയണത് ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദറജയ്ക്ക് അവരാദ്യം ആരെന്ന ഗുസ്തിക്കാരനായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ കൊലയാളികൾ, വാടക തല്ലിയര്, വാടക കൊലയാളികളൊക്കെ. ജുനൈദുൽ ബഗ്ദാദിന്റെ കാലത്ത് അവർക്ക് അതായിരുന്നു പണി. പൈസ വാങ്ങാൻ പോയി തല്ലുക. കൊട്ടേഷൻ ഞാൻ ചെറിയൊരു അതപ്പോണ്ട് പറയായിരുന്നു. അതിന് വേറെയും കുറെ മാനുകളുണ്ട്. ഞാൻ അതാണ് കുറച്ച് ഷെയർ ചെയ്തത്. പൈസ വാങ്ങിയിട്ട് തല്ലുന്ന ആളായിരുന്നു. മാത്രല്ല ഏത് ഗുസ്തിയിലും ജയിക്കൽ ജുനൈദുൽ ബഗ്ദാദി. ഒരു മത്സരത്തിൽ അന്നത്തെ വടംവലി കൂട്ടിക്കോളൂ, ജുനൈദുൽ ബഗ്ദാദി ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പുറത്തെ ടീമിക്ക് ആരും ഉണ്ടാവില്ല. കാരണം അവിടെ ജയം ഉറപ്പാണ്.
അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഒരു ഗുസ്തി അടക്കുമ്പോൾ ഒരു തങ്ങളുട്ടി ഗുസ്തിക്ക് വേണ്ടി വന്നത്. ജുനൈദുൽ ബഗ്ദാദിയുമായിട്ട് മത്സരിക്കാൻ അപ്പുറത്ത് വന്നത് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദാണ്. അപ്പൊ ഗുസ്തിക്കുമ്പ് രണ്ട് കളിക്കാർ തമ്മിൽ ഒരു കൈ കൊടുക്കലുണ്ട്. ഇന്നുണ്ട്, അന്നുണ്ട്, എന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ തല്ലാണ് തുടങ്ങിയ ചെറിയ മോറൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ മുമ്പ് ആദ്യം ഒന്ന് കൈ കൊടുക്കും. അപ്പൊ ആ രീതിയിലൊന്ന് കൈ കൊടുക്കുകയാണ് ഈ തങ്ങളുട്ടി ജുനൈദുൽ ബഗ്ദാദിന്. അന്ന് ചെറുപ്പക്കാരനല്ലേ, ഗുസ്തിക്കാരനല്ലേ, വലിയൊന്നല്ലല്ലോ, ഔലിയല്ല, ഔലിന്ന ആളാ. അപ്പൊ അതുകൊണ്ട് കൈ കൊടുത്തു. ഇങ്ങനെ കൈ കൊടുക്കുമ്പോ ഈ തങ്ങളുട്ടില്ലല്ലോ ചവിട്ടിലെ സ്വകാര്യം പറഞ്ഞു. എന്താണ് സ്വകാര്യം എന്ന് ആർക്കും കൊടുത്തിട്ടില്ല. ഈ തങ്ങളുട്ടി പറഞ്ഞ സ്വകാര്യം എന്താരോ, പിന്നെ നിങ്ങളായിട്ട് മത്സരിച്ചാൽ ഞാൻ തോൽക്കുന്ന ഉറപ്പാണ്. എനിക്കെന്റെ മോന്ത പോയാൽ പ്രശ്നമില്ല. പക്ഷെ തോറ്റാൽ ആൾക്കാർ പറയും തങ്ങൾ തോറ്റെന്ന് പറയും, എന്റെ വല്യപ്പാക്ക് മോശമാണ്. തങ്ങള് തോറ്റെന്ന പേര് വന്നാൽ എനിക്ക് പ്രശ്നമില്ല. വല്യപ്പാന്റെ പേരിലാണ് ആ അക്കൗണ്ട് കാണാൻ പോവുക. തങ്ങൾ തല്ലാണെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടല്ലോ. ഈ തങ്ങളുട്ടി അങ്ങനെ പറഞ്ഞു പോയി. തങ്ങള് തോറ്റ്. ഏതാ തങ്ങള്? മിൻ അബ്നായി റസൂലില്ല, മിൻ ഔലാദി റസൂലില്ല. ഏതാണത്? ഇന്ന ആതൈനാക്കൽ കൗസർ. അൽ കൗസറിൽ പെട്ടാണ് ഇന്ന ആതൈനാക്കൽ കൗസർ ഐ ഔലാദ് എന്ന് തഫ്സീർ കാണാം. അപ്പൊ ഞാൻ തോറ്റ എനിക്കല്ല പ്രശ്നം, അത് വെല്ലിപ്പാന്റെ അക്കൗണ്ടിക്കാ പോവാ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്റെ മുമ്പിലൊന്ന് തോറ്റത്. ഇതാണ്ട് കേട്ടപ്പോ റസൂലുള്ളാന്റെ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചിട്ട് ജുനൈദുൽ ബഗ്ദാദി എന്ന ഗുസ്തിക്കാരൻ അന്ന് ഈ തങ്ങളുമ്പിൽ പറ്റുമെങ്കിൽ നമ്മളുണ്ടല്ലേ, ഞാൻ ഇപ്പൊ എനിക്ക് 4 വയസ്സാ മോളുണ്ട്, ആ മോളേറ്റ് ഞാൻ മത്സരിക്കലുണ്ട്, ഞാനാ തോൽക്കല്. ഞാനൊന്ന് വിരലേറ്റ് കുടഞ്ഞാൽ ഓള് ഹൗദിലെത്തും. ഇങ്ങനെ കുടഞ്ഞാല് ഓളും എവിടെ എത്തേണ്ടടുത്ത് എത്തും. പക്ഷെ ഞാൻ എങ്ങനെ ആയിക്കൊടുക്കും. എന്നിട്ട് അവൾ പറഞ്ഞു ഇപ്പൊ തോറ്റ ചെയ്യുന്നറിയും. എനിക്ക് കേൾക്കണോ രസമാണ്, അത് മനുഷ്യന് കഴിയണല്ലേ. അതുപോലെ ജുനൈദുൽ ബഗ്ദാദി എന്നവർ ഈ തങ്ങളുട്ടിന് മുമ്പിൽ തോറ്റാണ്ട് കൊടുത്ത് തങ്ങൾ അടിച്ചാണ് നിരപ്പാക്കി. തങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടി. ഒറ്റ കാരണത്താൽ അവർക്ക് ദറജ കിട്ടിയെന്ന്. അന്ന് റസൂലുള്ളാന്റെ മോനെ ബഹുമാനിച്ചു. റസൂലുള്ളാന്റെ മോനെ ബഹുമാനിച്ചു. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ബിശ്റുൽ ഹാഫി കേട്ടിട്ടില്ലേ? ഹാഫി എന്ന് പറഞ്ഞാൽ നഗ്നപാതൻ എന്നല്ലേ അതിന്റെ അർത്ഥം. അത് ഉമ്മ വിട്ട പേരല്ല. അങ്ങനെ പേരിടോ? ചെരുപ്പിടാൻ നടക്കണ ആളൊന്നും ഉമ്മ പേരിടോ, വാപ്പ പേരിടോ? ഹാഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ചെരുപ്പില്ലാതെ നടക്കുന്ന ആളെന്ന. കാരണം തോന്നിയ സേവ്, വെറും തോന്നിയ സേവ്. പെണ്ണിനെ പിടിക്കുക, വേറെ പരിപാടി ഒന്നുമില്ല. ഒരു പെണ്ണ് കഴിഞ്ഞാൽ അടുത്ത പെണ്ണിനെ എടുത്ത് പോവാ. അപ്പൊ ചെരുപ്പിടാൻ നേരം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു എരിപ്പിട്ടാണ്ട് പോകും. അപ്പൊ ആൾക്കാർ കളിയൊക്കെ ഒന്നോട്, അപ്പൊ അത് ഊരികാണ്ട് പോകും. അങ്ങനെയാണ് ഹാഫി എന്ന് പേര് വന്നത്. ഇതാണ് ബിശ്റുൽ ഹാഫി. ചെറിയ ആളല്ല, വെറും തോന്നിയ സേവ്. ഒരിക്കലും തോന്നിയാസം ചെയ്യാൻ പോകുമ്പോ വഴിയോരത്തൊരു പേപ്പറുണ്ട്, കിർത്താസൻ അല്ല അബജിഹില്ല, ഭൂമിയിൽ ഒരു കടലാസ് ഉണ്ട്. നോക്കുമ്പോ ഫീ ഇസ്മുല്ല, അതിൽ അള്ളാഹ് എന്നുള്ള ഇസ്മുണ്ട്. അത് വേണ്ടെടുത്തു. 1 ദീനാറ് പോലും കയ്യിലില്ല എന്ന. ആ ഉള്ളത് കൊണ്ട് മിസ്കിന്റെ അത്തർ വാങ്ങി. മിസ്കിന്റെ അത്തർ, കസ്തൂരിന്റെ അത്തർ വാങ്ങി. അടുത്ത പുഴയിൽ പോയിട്ട് ഈ ചളിയൊക്കെ തുടച്ചു. ഞാൻ മോശമാണ്, പക്ഷെ അള്ളാഹ് എന്നുള്ള ഇസ്മു മോശമല്ല, വലുതാ. ഈ ചളി കിടക്കണ്ടല്ല. ഈ ഒറ്റ തിരിച്ചറിവ് വേറൊന്നുമില്ല. ഞാൻ വളരെ മോശം, അള്ളാഹ് വലിയ മഹാനല്ലേ, അള്ളാഹിന്റെ ഇസ്മും ചളി കിടക്കണ്ടല്ല. ഇതിവിടെ പറ്റൂല. പുഴയിൽ പോയി പേപ്പർ കഴുകി മിസ്കിന്റെ അത്ര വാങ്ങി ഈ പൊറ്റി ഫ്രെയിം ചെയ്ത് പുഴയിൽ കൊണ്ടുപോയി നല്ല മനോഹരമായി ചുമരിൽ വെച്ചു. അതിന്റെ താഴെ കിടന്നു. ആ ഉറക്കിലാണൊരു വിളിയാളം, ആ ഉറക്കിലാണൊരു വിളിയാളമുള്ളത്. യാ ബിശ്ർ ഇന്നി ഉരീദു അൻ ഉതയ്യബക കമാ തയ്യബതനി. എന്റെ ഇസ്മിനെ നീ ശുദ്ധിയാക്കിയതുപോലെ, എന്റെ ഇസ്മിനെ നീ ബഹുമാനിച്ചതുപോലെ, എന്റെ ഇസ്മിനെ നീ സുഗന്ധമാക്കിയതുപോലെ നിന്നെയും ശുദ്ധിയാക്കാനും മാരിഫത്തിന്റെ സുഗന്ധം പുരട്ടാനും വിലായത്ത് കൊണ്ട് ആദരിക്കാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ബിശ്ർ എണീക്ക് ബിശ്ർ. ഈ വിളിയാളം കേട്ടുകൊണ്ടാണ് കിടക്കപ്പായിൽ നിന്ന് ബിശ്റുൽ ഹാഫി ഞൊടിയിടയിൽ സടകുടഞ്ഞെഴുന്നേറ്റത്. ഔലിയാ ശൃംഖലയില് നേതാവല്ലേ. ഖതീബുൽ ബഗ്ദാദി വലിയ മഹാനാണ്. അവരാദ്യമായി ഹജ്ജിന് പോയപ്പോ സംസം വെള്ളം കുടിച്ചു. സംസം വെള്ളം കുടിച്ചിട്ട് ആദ്യം തോരുന്നത് എനിക്ക് ബിശ്റുൽ ഹാഫിയുടെ തൊട്ടടുത്ത് ഖബർ കയറണേന്നാ. അവര് കിടക്കുന്നത് അവിടെയാണ്. ഏതാണ് ബിശ്റുൽ ഹാഫി? തോന്നിവാസിയായിരുന്നു ബിശ്റുൽ ഹാഫി. എങ്ങനെയാ മഹാനായത്? അള്ളാന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചതാ. ചിന്തിക്കണേ, ചിന്തിക്കണേ. വളരെ ദീനി എന്ന് പറഞ്ഞാൽ ചിലരിപ്പോ മനസ്സിലാക്കണം സനദ് സഹിത ഹദീസ് മനപ്പാടാക്കലാണ്. എടോ ഇത് ഖവാരിജ് എന്നെക്കാൾ അറിയാം. ഖവാരിജ് ഖുർആൻ ഓതിയ പോലെ നമ്മൾ എല്ലാരും കൂടി കത്തം നിർത്താൻ എത്തൂല. ഖവാരിജ് ഖുർആൻ ഓതിയതുപോലെ യുദ്ധക്കളത്തിൽ ശത്രുവിന് വെട്ടുന്ന സമയത്ത് വാളോങ്ങുമ്പോ ഖുർആൻ ഓതി കരഞ്ഞ ആളുടെ പേരാണ് ഖവാരിജ്.
അത് സ്വഹാബാക്കൾ പോലും ചെയ്യാത്തതാണ്. സ്വഹാബാക്കൾ യുദ്ധം ചെയ്യും, പക്ഷെ യുദ്ധം ചെയ്യുമ്പോൾ ആയത്തോതിയിട്ട് കരയാറില്ല. എന്നാ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുവിനെ വെട്ടുമ്പോ ആയത്തോതിയിട്ട് പൊട്ടിക്കരഞ്ഞുന്ന ആളാണ്, ആ കരഞ്ഞുന്ന ആളുകളാണ് ഖവാരിജ്. അവര് നരകത്തിലാണെന്നല്ല, നരകത്തെ പന്നികളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അള്ളാന്റെ ചില ചിഹ്നങ്ങൾ അവർ തരം താഴ്ത്തി എന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദീർഘമായി ഞാൻ പറയുന്നില്ല, ദീർഘമായി പറയേണ്ടതുമില്ല. കുറേശ്ശെ കാര്യങ്ങൾ മാത്രം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഖീദ കെട്ടുപോകുന്നത് ശ്രദ്ധിക്കണേ. അദ്ദാദ് എവിടുന്ന ഉടലെടുത്തത്? ഷിയാക്കൾ വന്നുകൊണ്ട് അഖീദ മോശമാക്കി വിദേഹത്ത് പ്രചരിപ്പിച്ചപ്പോൾ അദ്ദാദ് ഉണ്ടായത്. അല്ലാതെ മാറാരോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇന്ന് യുക്തിവാദം അതാ കുടഞ്ഞെടുക്കുകയാണ്, കടഞ്ഞെടുക്കുകയാണ്, നാട്ടിൽ ഗ്രസിക്കുകയാണ്, കുടുംബത്തിലേക്ക് കുടിയേറി പാർക്കുകയാ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു ഹദീസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അതെന്താ റസൂലുള്ള അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുകയാ. മുമ്പ് ഏതാളെ അടക്കാൻ നമുക്ക് പറയുന്നു, അങ്ങനെ ഹദീസ് ഉണ്ട് ഉണ്ടോ? ഹലാസ് താനി കലാം മാഫി. ഇന്ന് ഹദീസ് ഉണ്ടോ? എന്താ അങ്ങനെയാണ് പറയാ റസൂൽ? അവിടെത്തി തലമുറ. ആയത്തിന് എഡിറ്റർ വന്നു മലപ്പുറം ജില്ലയിൽ. അള്ള പറഞ്ഞതിന് എഡിറ്റർ ആര്? ഒരു വസ്തുവും തിരിയാത്ത, നഹവും തിരിയാത്ത, അറബും തിരിയാത്ത ചില ആൾക്കാര് അള്ളാഹു പറഞ്ഞതിന് എഡിറ്റ് ചെയ്യ. അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്. അള്ളാഹു കാത്ത്. അതിനൊക്കെ സപ്പോർട്ട് നൽകാൻ തലയിൽ ടൗലിട്ട കുറച്ച് കാരണന്മാര്. അള്ളാഹു കാത്ത് ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈ നിലയിൽ പോയാൽ നമ്മുടെ കൊലായിലുണ്ടാവും റസൂലുള്ളാഹിനെ കളിയാക്കുന്ന അബ്ദുക്കയും അബ്ദുറഹ്മാനും ശംസുദ്ദീനും. ഒരു സംശയം വേണ്ട. ദജ്ജാല് വരുന്നൊക്കെ അടയാളാണ്. പക്ഷെ ദജ്ജാലിന് അടക്കാൻ ഈസാ നബി വരുന്നുണ്ട്. എന്റെ നിന്റെ മോനടക്കാൻ ആരാ വരെ? നമ്മളല്ലാതെ. ദജ്ജാലിനെ നിലക്കിർത്താനും കൊല്ലാനുമാണ് ഈസാ നബിനെ അള്ളാഹ് ഇറക്കുന്നത്. പക്ഷെ എന്റെയും നിന്റെയും മോനെ കൊല്ലാൻ ആരാ? കൊല്ലാന്ന് പറഞ്ഞാൽ അവന്റെ കൽബിന്റെ ഉള്ളിൽ കയറി കൂടി പിശാചനെ കൊല്ലാൻ ആരാ അവിടെ ഉള്ളത്? അഫാൻ അടങ്ങൂല. ഇനിയും അഫാൻമാർ പൊന്താണ്ട് ഈ നിലയിൽ പോയാൽ. ഒരു ഭാഗത്ത് യുക്തിവാദം, മറ്റൊരു ഭാഗത്ത് ബിദ്അത്ത്, ഇടയിൽ സെക്സ്, ഒന്നായിട്ട് ലഹരി. ഇതിന്റെ ഒരു സുനാമിയിലാണ് ഇപ്പോൾ സകല ജില്ലകളും. ഇനി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കമ്മിറ്റിക്കാരെ, ഗ്രാമങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ, തർബിയത്ത് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കൊലായിൽ നാളെ ദജ്ജാലിന്റെ അനുയായികൾ, ആജിയമാരെ മക്കളും പേരക്കുട്ടികളുമായി തലമുറകൾ മാറിപ്പോകും. അതുകൊണ്ട് സങ്കടം പൊട്ടിയിട്ട് പറയുകയാണ്, പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് നമ്മൾ ഒറ്റക്കെട്ടാവണേ. ഒന്ന് പഴയകാല പ്രഭാഷണത്തിന്റെ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകണേ. കുട്ടികളെ വിളിച്ചുകൊണ്ട് നല്ല രൂപങ്ങളിൽ ഉപദേശിക്കണേ. കാരണം ഇന്നത്തെ സകല അക്രമങ്ങളുടെയും പിറകിലുള്ള കശ്മലൻ അത് ലഹരിയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കീറിയ പാന്റ്, പാറിയ മുടി, തൊടന്റെ ഇടയിൽ ബൈക്ക് അല്ലെങ്കിൽ ബുള്ളറ്റ്, കൈവെള്ളയിൽ മൊബൈൽ. ഈ പോക്ക് നരകത്തിൽ. മാപ്പിള കുട്ടികൾ നോക്കി, കീറിയ പാന്റ്, പാറിയ മുടി. ഇന്നലെ ഒരാളെന്റെ അടുത്തേക്ക് വന്നു. തൊപ്പിണ്ട്, ഭയങ്കര താമ്പുണ്ട്, കൈമ ചുറ്റിയ മാലുണ്ട്. അയാളങ്ങനെ കണ്ടാല് ഇന്നലെ രാത്രി നമ്മൾ ഒതുർത്ത് തൊടണം. അയാതി സൈസ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതിന്റെ മോനാണ്, ഓനെ വേണ്ടി ദ്വാരക്കണം എന്നാണ്. അതിന് ആളെ കാണേണ്ട മുടിയൊക്കെ കൂടി ഇങ്ങോട്ട് മറച്ചു. ഞാൻ സലാം പറഞ്ഞപ്പോ മുഖം കാണാതെ വലൈക്കും അസ്സലാം. കാരണം മുടിക്കെട്ടൊക്കെ കൂടി മുഖത്തേക്ക് വീണിട്ടു. അപ്പൊ വാപ്പന്നെ അറിഞ്ഞു, മുടി ഒന്നാണ്ട് പൊന്തിച്ചു കൊടുക്കടോ ഉസ്താവ് തന്നെ കണ്ടോട്ടായിരുന്നു. അപ്പണ്ട് ഈ ഹംക്കതൊക്കെ കൂടി പൊന്തിച്ചിട്ട് നിങ്ങൾ നോക്കിയപ്പോ കോത്താമ്യമായിട്ട് സാധനം. ബാപ്പേ അജ്മീർന്ന് ഓടുന്ന കട്ടിയുള്ള തൊപ്പി, വട്ടത്തിലുള്ള താമ്പ്, കൈമ ചുറ്റിയ മാല. അയാളെ മോനാപ്പത് നോക്കാം നിങ്ങള്. എന്നിട്ട് ഈ മോനക്ക് വേണ്ടി ദ്വാരക്കാനെ പറഞ്ഞത് എവിടെ കൊണ്ടാലും ജോലിക്ക് നിൽക്കണില്ല. അതപ്പം മുപ്പര പ്രശ്നം. ബന്റെ മുടിയും ബന്റെ കാട്ടിക്കൂട്ടലും ബൻ ഈ ഭദ്രകാളിന്റെ മാല ആയതൊന്നും ഇയാൾക്ക് പ്രശ്നമല്ല. ഓൻ ജോലിക്ക് നിൽക്കണില്ല. എവിടെ പോയി? റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എവിടെ പോയി? ഭക്ഷണം കൊടുത്താൽ മതിയോ? ശിക്ഷണം വേണ്ടേ? ഭക്ഷണം കൊണ്ട് രക്ഷപ്പെടുവോ? ശിക്ഷണം കൊണ്ടല്ലേ രക്ഷപ്പെടുള്ളൂ. ഭക്ഷണം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ വീട്ടിലല്ലേ വലിയ ഭക്ഷണം ഉണ്ടാവേണ്ടത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, 2-3 മാസം ആ അടുപ്പ് പുകയുകയില്ല. അവിടെ പച്ചവെള്ളവും കറുത്ത ഈത്തപ്പഴവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ അതുണ്ടാവൂല. അള്ളാന്റെ റസൂൽ അവസാന സമയത്ത് പനി പിടിച്ചു കിടക്കുമ്പോൾ, ദിവസങ്ങളോളം പനി പിടിച്ചു കിടക്കുന്ന സമയത്ത് പലപ്പോഴും റസൂലുള്ളാന്റെ വീട്ടിൽ നിന്ന് വിളക്കില്ല. ഒരു സമയത്ത് ആയിഷ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഹബീബായ നബിക്ക് കഠിനമായ പനിയല്ലേ, എന്താണ് രാത്രിയിൽ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇവിടെ ഒരൽപ്പം സൈത്തെണ്ണ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിളക്ക് കത്തി
ചോദിക്കലല്ല, ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുമായിരുന്നു. ദിവസങ്ങളോളമായി മുത്തു മുസ്തഫാന്റെ അടുക്കള കാലിയാണ്, ആ വീട്ടിൽ ഭക്ഷണമില്ല. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. തുറന്നൊന്നേ നോക്കൊന്നേ മൂട, ഉത്സാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണാടച്ചാൽ ഇരുളാമോ പോട്ട, പന്തം ഫീടിച്ചാൽ ഫജ്റാമോ പൊട്ട. സീയമായത് ഈ കണ്ണ് തുറന്നതല്ല, ഈ കണ്ണ് തുറന്നതാണ്. നമ്മുടെ ഈ കണ്ണിൽ അന്ധതയാണ്. ഈ കണ്ണിൽ ചെറിയ കുഴപ്പം വരുമ്പോഴേക്ക് കണ്ണട വെക്കും. ഈ കണ്ണ് പൊട്ടിയാലോ നമ്മൾ അറിയില്ല, അറിയും മരിക്കാൻ സമയം. ഇന്നി അറാ മാലാ തറൗൻ, ഇന്നി അറാ മാലാ തറൗൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനുമുമ്പ് രക്ഷപ്പെടണം. മറജൽ ബഹറൈനി യൽതഖീന, ഇവിടെ നമ്മളുള്ളത് മറജൽ ബഹറൈനി യൽതഖിയാൻ. ഒരു ബഹർ ഏതാണ്? ഒരു ബഹർ ഖൽബ്, മറ്റൊരു ബഹർ റൂഹ്. ബൈനഹുമാ ബർസഖുൻ, രണ്ടിന്റെ ഇടയിൽ അക്കലുണ്ട്, അതാണ് ബർസഖ്. അത് പ്രവർത്തിച്ചാലേ ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് റൂഹിൽ ദുർഗന്ധം വരാതിരിക്കുള്ളൂ. അക്കൽ പ്രവർത്തിക്കണം. ഇത് രണ്ടിൽ നിന്നും പുറത്തു വരാണ്ട് അൽ-ലുഅ്ലു വൽ മർജാൻ, ഇൽമും മാരിഫത്തും പുറത്തു വരാണ്ട്. അതായിരുന്നു സിയം. മറജൽ ബഹറൈനി യൽതഖിയാൻ, മറ്റൊരു ഔലിയാക്കളുടെ തഫ്സീറിലുള്ള മറ്റൊരു തഫ്സീർ, ഒരു ബഹർ ഹയാത്താണ്, മറ്റൊരു ബഹർ മൗത്താണ്. അതിനിടയിലുള്ള ബർസഖ് ഖബറാണ്. ഈ ഖബറാകുന്ന ബർസഖിന്റെ ഓർമ്മയുണ്ടെങ്കിലാണ് ഈ ഹയാത്തും മൗത്തും നന്നാവുകയുള്ളൂ. അപ്പോഴോ യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ, നാളെ സ്വർഗ്ഗത്തിൽ നിന്ന് ലുഅ്ലുവും മർജാനും കിട്ടുന്നതാണ്. സിയം അതിന്റെയും ആളായിരുന്നു. ഇനി മറജൽ ബഹറൈനി യൽതഖിയാൻ, രണ്ട് ബഹർ. ഒരു ബഹർ ഇബാദത്ത്, മറ്റൊരു ബഹർ മാസിയത്ത്. ബൈനഹുമാ ബർസഖുൻ, അതിന്റെ ഇടയിൽ ബർസഖ് ഉണ്ട്, അതിന്റെ പേരാണ് തൗബ. അപ്പൊ ചില ഔലിയാക്കളും ചിലപ്പോൾ തെറ്റ് ചെയ്തെന്ന് വരും, കിതാബിലുള്ളത്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ തെറ്റൊന്നും മാറിയെന്നൊന്നും അർത്ഥമില്ല. ചിലപ്പോൾ അവരുടെ അടുത്തും തെറ്റുണ്ടാവും. ആ തെറ്റിൽ അവർ നിലനിൽക്കൂല. ആ തെറ്റ് തന്നെ ചെയ്യാത്ത അസനാത്താക്കുള്ള പരിപാടി വരും. അതിനുള്ള കരവിരുത് അവരുടെ അടുത്തുണ്ടാവും. മഹ്ഫൂലിങ്ങൾ ആ ഔലിയാക്കളുണ്ട്, അവരിൽ പലപ്പോഴും തെറ്റ് കാണില്ല. പക്ഷെ ആ എല്ലാവരും അങ്ങനെ. ചില ഔലിയാക്കളിൽ തന്നെ കള്ളുടി ഉണ്ടാവുന്നോ ബേജാറുണ്ടാവുന്നോ ഞാൻ പറഞ്ഞു. ചെറിയ 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 തെറ്റുകളൊക്കെ വരും. അതവരങ്ങോട്ട് ഖേദം വലിച്ചെടുത്തിട്ട് ബോധം കയറ്റിയിട്ട് കരഞ്ഞിട്ട് ഈ ചെയ്യാത്താണ്ട് അസനത്താണ്. കാരണം ബൈനഹുമാ ബർസഖുൻ, അവരുടെ ഇടയിൽ തൗബയാകുന്ന ബർസഖ് പ്രവർത്തിക്കും. അപ്പോഴോ യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ, ഖേദം ബോധം തൗബയും നദ്മയും ഇനാബത്തൊക്കെ അവരിൽ നിന്ന് വരും. അത് അവരെ വലിയ സ്ഥാനത്തേക്ക്. ഇനി നമ്മളൊക്കെ ഔലിയാക്കളാണെങ്കിൽ അങ്ങനെ ആവുള്ളൂ. കാരണം തെറ്റില്ലാത്ത ആൾക്കാരല്ല നമ്മളിപ്പോ സംഭവിച്ചാൽ ഈ ഖേദം ബോധത്തോടെ അങ്ങോട്ട് ഉയർന്നു കിട്ടണം. അള്ളാഹു ആ ഒരു ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്തു. നിരാശ വേണ്ട. അല്ലാഹ് എന്നും വെപ്പാരാ, റമദാനിൽ മാത്രമൊന്നുമില്ല. റമദാനിൽ ഒരു സ്പെഷ്യൽ ഓർഡറാണ്. അതൊരു ഓഫർ സമയമാണ്. അതൊരു ഓഫർ. അപ്പൊ ബത്തക്കന്റെ സീസൺ കഴിഞ്ഞിട്ട് ബത്ത കിട്ടുന്നില്ലേ? സീസൺ കഴിഞ്ഞ് കഴിച്ചിട്ട് മാങ്ങട്ടാക്കും, വേണമെന്നും കിട്ടും. അത് സീസൺ സമയത്താവുമ്പോ അത് എങ്ങനെയാലും കിട്ടും. അങ്ങാടി കണ്ടു പോയി സാധനം റെഡിയാണ്. അല്ലെങ്കിൽ കുറച്ചെങ്ങനെ തരേണ്ടിയിരുന്നു, അല്ലല്ലേ? കുറച്ചെങ്ങനെ തരേണ്ടി. ചെമ്മീന്റെ സീസൺ കഴിഞ്ഞാലും ചെമ്മീൻ കിട്ടും, ചിലപ്പോൾ ഉണക്കലാവുന്നു. അതുകൊണ്ടല്ലേ നമ്മളെ മന്തിണ്ടാക്കല്. സാധനം മാറും, സാധനം കിട്ടും, കുറച്ച് ക്വാളിറ്റി വരും. മഗ്ഫിറത്ത് ഇന്നുണ്ട് എന്നുണ്ട്, പക്ഷെ ആ സെൻട്രലിലെ പത്തത്തെ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ 2026 റമദാൻ. അതിന്റെ അടിയിലും കിട്ടും, എല്ലാം കിട്ടും. അള്ളാഹു എന്നും വപ്പാറ, എന്നും സത്താറ. അല്ലെങ്കിൽ ഭൂമി നിലനിൽക്കൂല, എന്നും സത്താറ. ചിഹ്നങ്ങൾ അള്ളാഹിൽ നമുക്ക് നല്ല മതിപ്പുണ്ടാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഒരിക്കൽ പുറത്തിറങ്ങിയപ്പോ ഒരു യഹൂദി പെണ്ണുണ്ട്, കുറെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ആ പെണ്ണിനോട് ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് എന്താ കാര്യം? പടച്ചോ സ്വീകരിക്കണ്ടെന്ന് വെച്ചു. ഇടത്തേക്ക് കാഫിറത്തായ പെണ്ണ് പറഞ്ഞു, സ്വീകരിക്കൂലേ, സ്വർഗം കിട്ടോ ഇല്ലേ, എന്റെ വിഷയമല്ല, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഭയങ്കര പുറത്താണ്.
പിന്നെ മഹാനവറുകൾ ഈ പെണ്ണിനെ കാണുന്നത് ഹജ്ജിന് പോയപ്പോ ഹറമിൽ ത്വാഫ് ചെയ്തിട്ട് കാബത്തിന്റെ അടുത്ത് ഇങ്ങനെ പൊട്ടിക്കരുണ്ട്. അവരത്തൊക്കെ മറിച്ചിട്ട് മുസ്ലിമത്തായ പെണ്ണായി മാറിയിട്ട് ആ ഒറ്റ വാക്കുകൊണ്ട് അല്ലാഹു തആല ഇസ്ലാം കൽബിക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നതിനിടയിൽ ഒരു യഹൂദി പെണ്ണിന്റെ വീടിന്റെ ചുമരിൽ ഇങ്ങനെ ക്ഷീണിച്ചിട്ട് അറിയാതാണ്ടിരുന്നു. അപ്പോ മയക്കത്തിൽ ചുമരുമാട് ചാരി. ഈ പെണ്ണിനെ കണ്ട ദേഷ്യം പിടിച്ചു. കാരണം റസൂലുള്ളാഹിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ആഗ്രഹിച്ച പാർട്ടിപ്പെട്ട പെണ്ണാണ്. കണ്ടപ്പോ ദേഷ്യം പിടിച്ചു. പക്ഷേ ഒരു മനുഷ്യനല്ലേ, നമ്മളെ ചുമരാണെങ്കിലും ഇരുന്ന് പറഞ്ഞോട്ടെ, അത് ഞാൻ പൊരുത്തപ്പെട്ട് പ്രശ്നമില്ലാന്ന്. അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ ഇസ്ലാം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നീച്ചുവാൽ ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കണറിഞ്ഞു. നിങ്ങൾക്ക് ജിദാറ് തണലാക്കി തന്ന കാരണത്താൽ ആ പെണ്ണിന്റെ കൽബിൽ അല്ലാഹു തആല ഹിദായത്തിന് തണൽ കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണ് പെങ്ങളെ ആളായി മാറിയിട്ടുണ്ട്. ഈ ചുമരമ്മ ചാരണ വരെ ആ പെണ്ണുങ്ങളെ എതിരാളിയായിരുന്നു. ഇപ്പൊ പോകുമ്പോ നിങ്ങളെ ഏറ്റവും വലിയ അടുത്ത ആളായിട്ടുണ്ട്. കാരണം ഹബീബ നബിക്ക് ചുമര് ചാരാൻ കൊടുത്തിട്ടില്ല, ചാരിപ്പോ ചാരിക്കോട്ടെ തീരുമാനിച്ചു. എന്താ ദീനെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താ ദീനെന്ന് മനസ്സിലാക്കാതെ ഈ സാസിന് പിരിഞ്ഞാൽ അത് CM-ന്റെ സാസിൽ വന്നാൽ ഉള്ള ആൺകുട്ടികളുടെ സ്വഭാവമല്ല. അല്ലാഹു തആല അവരെ ബർക്കത്തോടെ നമ്മളെ ഖൽബിൽ ഫതഹ് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിൻ നബിയിൽ മുസ്തഫ. എവിടുന്നാണ് നമുക്ക് ഫതഹ് കിട്ടാന്ന് പറയാൻ പറ്റൂല. റമളാൻ പൂത്തി വലിയ മഹാന ഇവിടെ അടുത്ത കാലത്ത് കൊല ചെയ്യപ്പെട്ട ആളാണ്. വർഗീയവാദികൾ സ്വഹീഹ് ബുഖാരി ദർസ് എടുത്തുമ്പോൾ അവരെ വെടിവെച്ചു വന്നു. ഇപ്പോൾ നിങ്ങളെ മൊബൈൽ നോക്കിയാൽ അദ്ദേഹം വെടിവെച്ച് വധിക്കപ്പെടുന്ന സമയത്ത്, ആ വെടിയേറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ തലപ്പാവ് തലയിൽ നിന്ന് വീണു. അപ്പൊ അദ്ദേഹം വെടി കൊണ്ടപ്പോ ആദ്യം തപ്പണ തലപ്പാവ്, തല ഒഴിക്കണ്, പക്ഷെ മേലിട്ടിന്ന് സാധനമാണ് തപ്പണ്. ആ തലപ്പാവ് ഇട്ടിട്ട് തലയിൽ വെച്ചിട്ടാണ് അവര് ഗലിമെല്ലിട്ട് വഫാത്ത്. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇബ്നു അത്തായിൽ സിക്കന്ദരിക്ക് ഹിക്കം എന്നൊരു കിതാബുണ്ട്. ആ കിതാബ് റമളാൻ പൂത്തി മുത്താല ചെയ്തു. ഒന്നും മനസ്സിലാണ്. ഇത് മുത്താലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. തലയിൽ കണ്ട് കയറി കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ടവർ, ഈ കിതാബ് എഴുതിയ ഹിക്കമിന്റെ സ്വാഹിബായ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരിയുടെ ഖബറുകൾ പോയി പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ എഴുതിയ കിതാബിന്റെ ഉള്ളിലുള്ളൊക്കെ എന്റെ കൽബുക്കൊന്ന് മനസ്സിലാക്കി തരാൻ നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ഇഷാറത്ത് കിട്ടി. നിങ്ങൾ കിതാബ് നോക്കിക്കോളി, പഠിപ്പിച്ചോളി, അതിന് ഷറഹ് എഴുതിക്കോളി എന്ന് പറഞ്ഞ്. അതിന്റെ ശേഷമാണ് അവർ വീട്ടിൽ വന്നിട്ട് ഹിക്കം എന്ന ലോക പ്രശസ്തമായ തസൗഫിന്റെ ഗ്രന്ഥത്തിന് ഷറഹ് എഴുതിയത്. 4 വാള്യാണ്. ആ 4 വാള്യം എന്റെ അലമാറയിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് ഖബർ സിയാറത്ത് ചെയ്തിട്ട് കിട്ടിയത്. എന്തുകൊണ്ട്? ദുനിയാവിന്റെ തകാതുർ നിങ്ങൾ അല്ലാഹനെ തൊട്ട് ഗുണങ്ങളെ തൊട്ട് മുടക്കാക്കിയിരിക്കുന്നു. മഹാന്മാരുടെ മഖബറ സിയാറത്ത് ചെയ്യേണ്ട വിധം സിയാറത്ത് ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടിലായിരിക്കുമേ. സിയാറത്ത് ചെയ്യേണ്ട വിധം സിയാറത്ത് ചെയ്താൽ ഈ ഗഫലത്തിൽ നിന്ന്, ഈ ലഹ്വിൽ നിന്ന്, ഈ ചതിയിൽ നിന്ന്, ഈ ആലസ്യത്തിൽ നിന്ന്, ഈ പൈശാചിക മയക്കത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതാ. അതിന് അങ്ങനെയും അർത്ഥമുണ്ട്. നീ ഈ ഒരു തഫ്സീർ കണ്ടിട്ടുണ്ടാവും. അത് മരിച്ചുപോയിട്ട് മയ്യത്ത് ഖബർ കിടക്കുന്നതിനെ കുറിച്ചല്ലേ മൊയ്ലാരെ എങ്ങൊക്കെ എവിടുന്ന് കിട്ടിയെന്ന്. അത് ഈ കണ്ട തഫ്സീറാ, ഇത് ഞാൻ കണ്ട തഫ്സീറാ. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ തൗഫീഖോടുകൂടി ഇതും ഞാൻ കണ്ടു. ഓരോ സ്ഥലത്ത് അതിന്റെ അർത്ഥം വെക്കുക. അല്ല എനിക്ക് ഒന്നുമല്ല, ഞാൻ മഹാന്മാരുടെ മഖബറ സിയാറത്ത് ചെയ്യേണ്ട സമയം വരെ അത് ചെയ്താൽ നിങ്ങൾ കഴിച്ചില്ലോ. അത് ചെയ്യേണ്ട പോലെ ചെയ്യണം. അവിടെ നിന്ന് കണ്ട് മൊബൈലിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് അതുകൊണ്ട് കിട്ടൂല. അല്ല അവരുടെ മുമ്പിൽ എല്ലാം അങ്ങനെയല്ല. ഈ സാധനം ഇല്ലാതെ നമുക്കില്ല. ഇപ്പൊ നിസ്കാരത്തിലൊക്കെ തോണ്ടുന്ന ആൾക്കാരുണ്ട്. ഖിയാമില് കാലിന്റെ തണ്ടാവരലുകൊണ്ട് നാളുണ്ട് ഒരാൾ തോണ്ടുന്നു ചോറിയും. ഇവനൊക്കെ അവിടെ കണ്ടാ തോന്നുന്നു അള്ളാഹുവിന്റെ മൂത്താപ്പാന്റെ മോനാണ്. ഇവനൊക്കെ എന്തിനാ പള്ളി കയറണം? തയ്യാമില് എന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ തോണ്ട. അത്തയ്യാത്തില് എന്നിട്ട് തുറച്ചു വെക്കുക. അത്തയ്യാത്തില് തവള ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇരിക്കുന്നത് തവളന്റെ ഇരുത്തങ്ങളുണ്ട്. അതിനല്ല അത്തയ്യാത്ത്. ഇവിടെ അങ്ങനെ അത്തയ്യാത്തിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? കൽബും കൂടെ വേണ്ടേ? അല്ലാതെ തവള ഇരിക്കണ ഇങ്ങനെ അത്തയ്യാത്തിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മളിതൊക്കെ കാട്ടിക്കൂട്ടലാണ്. അവിടെ പറ്റൂല. വൈലുലിൽ മുസല്ലീൻ ആ പറഞ്ഞ ആൾക്കാർ റുക്കൂൻ സുജൂദും ചെയ്യുന്ന ആൾക്കാർ തന്നെ, പക്ഷെ കൽബ് മാറിയതാണ്. എന്നാ വൈലുലിൽ മുഹിബി എന്ന് കുർആനില്ല, വൈലുലിൽ ആരിഫി എന്ന് കുർആനില്ല, പോട്ടെ വൈലുലിൽ സാബിരി എന്ന് കുർആനില്ല. അന്ന് നിസ്കാരം പറഞ്ഞോട്ട് അള്ള കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, കൂലിയെ പറഞ്ഞിട്ടുള്ളൂ. സബർ പറഞ്ഞോട്ട് അള്ള കൂടെ ഉണ്ട് എന്ന്. നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ കഴിഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ കഴിഞ്ഞു. പിന്നെ പറഞ്ഞത് ഇന്നല്ലാഹ മഅ സാബിരീന, ഇന്നല്ലാഹ മഅൽ മുസല്ലീൻ എന്ന് പറഞ്ഞു. മഅയ്യത്ത് സാബിറിന്റെ കൂടെ. അല്ലാത്ത വൈലുലിൽ മുസല്ലീൻ, സബറില്ലാത്തവന്റെ നിസ്കാരം എന്തിനാ പറ്റുക? ചിന്തിക്കണം. മയ്യത്ത് വേറെ സംഗതിയാ. അത് കേവലം ജസാ അല്ല. മയ്യത്ത് എന്ന് പറഞ്ഞാൽ പുറത്തം വിട്ട മക്കാമല്ലേ.
അത് മുഹ്സിന് കിട്ടും, സ്വാബിറിന് കിട്ടും, ആരിഫിന് കിട്ടും, മുസല്ലിക്ക് കിട്ടൂല. സൊല്ലിന്ന് ഖുർആനിലുണ്ട്. അക്കമി സ്വലാ എന്നുള്ളത് ഇതങ്ങനെ ഇടങ്ങറായി പറയണം. അക്കയും ഫെയിലും വായില് അസ്സലാം മഫൂൽ ഇങ്ങനെ ആക്കി പറയണം. സൊല്ലി എന്ന് പറഞ്ഞാൽ അതിലെന്നെ ഫീലും വായിലില്ല. എത്ര ചുരുക്ക അല്ല ചുരുങ്ങിയ വാക്കുകൊണ്ട് കൂടുതൽ ആശയങ്ങൾ പറയുന്ന ആളല്ലേ. ഇവിടെ എന്താ ഇവിടെ അങ്ങനെ പറഞ്ഞു? യുസല്ലൂനാന്ന് ഖുർആനിലില്ലല്ലോ, യുഖീമൂന സലാം എന്നുള്ളത്. എന്താ ഇഖാമത്തു സലാം നമ്മൾ കാട്ടിക്കൂട്ടുന്ന ആ കാട്ടിക്കൂട്ടലില്ല. ഞാൻ എന്നെ കുറിച്ച് അക്കൂമോന്നോ അല്ലെങ്കിൽ ഉക്കൈമോന്നോ പറയണമെങ്കിൽ എനിക്ക് റൂഹ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ കൗല് സാധിക്കല്ല. അപ്പൊ അക്കമെ സല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് റൂഹ് കൊടുക്കുന്ന ആൾക്കാരെന്നും കൂടി അർത്ഥമുണ്ട്. ഒരു മുഹാഫലത്ത് മാത്രമല്ല, നിസ്കാരത്തിനുള്ള റൂഹ് കയറ്റുന്ന ആൾക്കാർ. അതാരാ? അത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവന്റെ കൂടെ അല്ലാഹ് ഉണ്ടാവും. പക്ഷെ അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞതൊക്കെ ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. ആ അവസ്ഥയ്ക്ക് നമ്മൾ ഉയരണം. 10 മണിക്ക് എനിക്ക് നിർത്തണം എന്നൊരാഗ്രഹമുണ്ട്. നാളെ ഇവിടെ വയലുള്ളതുകൊണ്ട് പിന്നെ കുറെ പറയേണ്ട കാര്യമില്ല. പറഞ്ഞത് നല്ലതായ മതി. അത് പറഞ്ഞോന്റെ കൽബ് ആദ്യം കയറിയാലും പറഞ്ഞോന്റെ കൽബ് ആദ്യം കയറും. അതുകൊണ്ട് ഈ പറഞ്ഞൊക്കെ എന്റെ കൽബൊക്കെ ഒന്ന് കയറി കിട്ടാൻ ഞങ്ങളൊക്കെ ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. അൽ ജസാഉൽ ഇഹ്സാൻ, ഇഹ്സാൻ ഇഹ്സാൻ അല്ലാതെ ഗുണം എന്താണ് അവിടെ ഇഹ്സാൻ? ചില ഔലിയാക്കൾ പറയുന്നത് ആ ഇഹ്സാൻ കൊണ്ടുള്ള ഉദ്ദേശം മാരിഫത്താണ്. മാരിഫത്ത് കിട്ടിയ പിന്നെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഓന് 2 സ്വർഗ്ഗമുണ്ട്. ഒരു സ്വർഗ്ഗം ഇവിടെ തന്നെയാണ്. ഏതാ സ്വർഗ്ഗം? ഇബാദത്തിൽ ലദ്ദത്ത് വരും. അത് വലിയ സ്വർഗ്ഗമാണ്. ഇബാദത്തിൽ ലദ്ദത്ത് കണ്ട് കയറിയാൽ ജന്നത്ത് തന്നെയാണ്. പിന്നെ അവിടെ പോയാൽ ലിഖായിന്റെ ജന്നത്താണ്. അവിടെ പോയാൽ ലിഖായിന്റെ ജന്നത്താണ്. ഇവിടെ ആണെങ്കിൽ വല്ലാത്തൊരു സുഖല്ലേ. അതല്ല മുസ്തഫ നബി നിസ്കാരത്തൊക്കെ അടക്കുമ്പോ പറയണത് അരിഹിന യാ ബിലാൽ. അരിഹിന ഇഖാമത്ത് കൊടുക്കാനാ പറഞ്ഞത്. അരിഹിന നമ്മളൊന്ന് സുഖിപ്പിക്ക് ബിലാലെ. കാരണം ഹുബ്ബിബ ഇലൈഹി മിൻ ദുനിയാകും അത്വയ്ബു വന്നിസാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാം. ഹുബ്ബിബ മജൂലാക്കി പറഞ്ഞു, അഹബബ്തു എന്നല്ലേ. ഹുബ്ബിബ ഇലൈഹി മിൻ ദുനിയാകും, മിന ദുനിയ എന്നല്ല, ദുനിയാകും. ദുനിയാവ് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞു. നിങ്ങളാ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കണ മുതലുണ്ടല്ലോ, നമ്മളേറ്റ് ബന്ധമൊന്നുമില്ലാത്ത സാധനം. എന്താണ് അതിനൊക്കെ ഇശാറത്ത് എന്ന് പറയുന്നത്? നിങ്ങള് ഹുബ്ബിബ ഇലൈഹി മിന ദുനിയ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മിൻ ദുനിയാന്ന് പറഞ്ഞാൽ മതി. മിൻ ദുനിയാകും ഏതാ വലിയ സ്വത്തായിട്ട് കൊണ്ടാടക്കാൻ കൈ പിടിച്ച സാധനങ്ങൾ ഉണ്ടല്ലോ. അതിന് 2 കാര്യം. അതിന്റെ അഹബബത്തു എന്നല്ല, മുഹിബ്ബ് അള്ളയാണ്. അവൻ ഞൊഞ്ഞു കയറാൻ പറ്റൂല. 2 എനിക്കും ഇഷ്ടാട്ടോ. ഒന്ന് അത്രാണ്, 2ാമത്തിന്റെ ഭാര്യമാരാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇനി അള്ളാന്റെ റസൂല് വസ്സലാം നിസ്കാരം എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞാൽ പോരെ. അവിടെ എത്തിയപ്പോ ഭാഷാണ്ട് മാറ്റി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ മറിക്കല്. എന്റെ പരമാനന്ദം എന്റെ പെണ്ണുങ്ങളും അത്രയൊന്നുമല്ല, അത് തക്ബീർ കിട്ടുമ്പോഴാണ്. കാരണം ഭാര്യയെ കൊണ്ടുള്ള സുഖം ഒരവയവത്തിൽ ഒതുങ്ങും, അത്ര കൊണ്ടുള്ള സുഖം മൂക്കിലും ഒതുങ്ങും. നിസ്കാരം കൊണ്ടുള്ള സുഖം തലച്ചോറ് മുതൽ ചെറുവിരൽ വരെയുണ്ട്. ഉള്ളിലുണ്ടാവും, പുറത്തുണ്ടാവും. ചിന്തിക്കണേ. ദീർഘമായി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സുഖമുള്ള നിസ്കാരം ഹയാത്തിനിടയില് എത്ര തറാവീഹ് നമ്മൾ നിസ്കരിച്ചു, എത്ര വിത്ർ നമ്മൾ നിസ്കരിച്ചു, എത്ര തഹജ്ജുദ് നമ്മൾ നിസ്കരിച്ചു. പക്ഷെ ഇത്തരത്തിലുള്ളൊരു നിസ്കാരം ആയുസ്സിനിടയിൽ ഒരു റകഅത്തെങ്കിലും ഒരു സുജൂദെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ആ കിടക്കുന്ന മഹാനില്ലേ, ഒരു കാലത്ത് ചില സുജൂദങ്ങ് കിടന്നാൽ പിന്നെ മണിക്കൂറുകൾ സുജൂദില, മണിക്കൂറുകൾ റുകൂഇല. 1/2 ഗ്ലാസ് പാലുകൊണ്ട് സുബ്ഹി വരെ സുജൂദാ, നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സുജൂദാ, കിടക്കാനുള്ള റൂമിലൊക്കെ സുജൂദാ, കയറിയ വീടുകളിലൊക്കെ സുജൂദാ, കയറിയ കടകളിലൊക്കെ സുജൂദാ. അവര് പഴയ കാലത്ത് സുജൂദ് ചെയ്ത സ്ഥലങ്ങളിൽ പലയിടത്തോ ഇപ്പോൾ തലയെടുപ്പുള്ള പള്ളികളാ, ചിലയിടത്ത് സ്ഥാപനങ്ങളാ, ചിലയിടത്ത് ദിക്ർ ഹൽക്കകളാ. അതവരുടെ നെറ്റിയുടെ ബറക്കത്താണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബൊന്ന് തുറന്നു തരട്ടെ. ഈ ചാരിയ കിട്ടുന്നുണ്ട്. ആ ചാരുമ്പോഴും കിട്ടാതിരുന്ന ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നാൽ ചാരലായി എന്നിട്ടും കിട്ടാതിരുന്ന ബുദ്ധിമുട്ടല്ലേ. അത്ര എല്ലാവരും മണത്തോളുന്നില്ല, കുപ്പിയുണ്ടെങ്കിലും മണത്തോളുന്നില്ല. പക്ഷേ മൂടി പറഞ്ഞിട്ട് മൂക്കും വെച്ചിട്ട് മണത്തിട്ടില്ലെങ്കിൽ മൂക്ക് കേടായി നല്ല ദൂരായ പ്രശ്നമില്ല. ഇത് നമ്മൾ മിസൈമന്റെ മക്കാമിൽ വന്നു, സിയാർത്ത് ചെയ്തു, ഫാത്തിഹ ഓതി, ദ്വാരന്ന് വാലിലിരുന്ന് എന്നിട്ട് പോകുമ്പോൾ പിന്നെയും പിത്തിരിയും ബസാദും. അപ്പോൾ ജലദോഷം തന്നെയാണ്. പക്ഷെ കൽബിനാണ്. ഞാൻ ഇതിനെ ഡോക്ടറെ കാണാതെ ഇങ്ങോട്ട് വന്നിട്ടും കാര്യം. വിഷയം അവിടെ ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ
മുത്തു മുസ്തഫാന്റെ കാലം വരെ എല്ലാ വിഷയത്തിലും അള്ളാഹു നിയമങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അള്ളാഹ് ഏകനാണ് എന്ന കാര്യത്തിലൊഴിച്ച് മറ്റേറെക്കുറെ എല്ലാ വിഷയവും വൈവിധ്യമാണ്. വൈരുദ്ധ്യമല്ല, വൈവിധ്യ വിഷയങ്ങളാണ്. ഒരു വിഷയം ഒഴിച്ച് മില്ലദുൻ ആദം ഇലാ ആഖിരിൽ വലദ്, ആദം അലൈഹി ഇസ്ലാം മുതൽ അവസാനത്തെ കുട്ടിക്ക് വരെ തർക്കമില്ലാതെ അള്ളാഹു പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, ഖദ് അഫ്ലഹ മൻ തസക്ക, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിൽ നമ്മളെ പുറകോട്ടായി, മറ്റെല്ലാത്തിലും നമ്മൾ മുമ്പിലാണ്. റമദാൻ ഇപ്പൊ കഴിഞ്ഞു. റമദാൻ ചിലര് മനസ്സിലാക്കിയ റമദാന് വേണ്ടിയാണെന്ന്. റമദാന് വേണ്ടിയല്ല, റമദാൻ ശവ്വാൽ മുതലുള്ളതിന് വേണ്ടിയിട്ട്. പെട്രോൾ പമ്പിൽ വണ്ടി ഏറ്റിട്ട് പെട്രോൾ അടിച്ചാൽ പെട്രോൾ പമ്പിൽ കിടന്ന് കറങ്ങാനുള്ളതാ, അതാ റോട്ടിൽ കറങ്ങാനുള്ളതാ? പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി പെട്രോൾ അടിച്ചു, ഒരു 3000 രൂപ 1000 രൂപ അടിച്ചു. എന്നിട്ട് ഒരാൾ അവിടെ അങ്ങനെ നിർത്താം. പെട്രോൾ പമ്പ് കയറ്റിയത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാ, പെട്രോൾ പമ്പിൽ നിർത്താൻ വേണ്ടിയിട്ടല്ല. റമദാനിക്കാണല്ലോ കയറ്റിയത്, റമദാനിൽ കളിക്കാനല്ല. റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ മനുഷ്യനാവാൻ. അങ്ങനെ മനുഷ്യന് ഹൈവാനിയത്തും ഇൻസാനിയത്തും ഉണ്ട്. ഹൈവാനിയത്ത് പോകണമെങ്കിൽ പട്ടിണി വേണം. കാട്ടാനെ നാട്ടാനാക്കൽ, ചതിയിൽ കുഴിയിൽ ആനെ വീഴ്ത്തുന്നിട്ട് 2-3 ദിവസം പട്ടിണി കിടത്തിയിട്ട് പുറത്ത് കയറ്റിട്ട് പരിശീലിപ്പിച്ചിട്ട് റോട്ട് കിടക്കൽ. നമ്മളിൽ അൽ കൂത്തുൽ ബഹീമിയുണ്ട്, അൽ കൂത്തു സബഴിയുണ്ട്, അൽ കൂത്തു ഷൈത്താനിയുണ്ട്. ഇത് പട്ടിണി കൊണ്ട് 30 ദിവസം മരിക്കരുന്നല്ല. ശവ്വാൽ ഒന്നിനും പിന്നെ മൃഗത്തിന്റെ സ്വഭാവം എടുക്കുകയാണെങ്കിലോ നോമ്പും നമ്മളും തമ്മിൽ പട്ടിണിയിൽ മാത്രമേ ബന്ധമുള്ളൂ, വേറെ ഒന്നിലും ബന്ധമില്ല. റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ നോമ്പ് അള്ളാഹു കബൂലാക്കിയും തെളിയിക്കേണ്ടത് റമദാനിലല്ല, ശവ്വാൽ 1 മുതൽ. റമദാനിൽ സുഹൃത്തുക്കളൊക്കെ ജയിലിലാണ്, ഇബ്ലീസ് അടക്കമുള്ള ശൈത്താന്മാരൊക്കെ ജയിലിലാണ്. ശവ്വാൽ 1 എല്ലാവരും അള്ളാഹു തആല പുറത്തേക്ക് കിട്ടും. അപ്പൊ ചില ആൾക്കാർ പൂമാലിട്ടിട്ട് നേതാക്കളെ സ്വീകരിക്കുന്ന പരിപാടി. ഇബ്ലീസ് അടങ്ങിയ ശൈത്താന്മാരെ 1 മാസം ജയിലിലായിരുന്നു, നമ്മളെ കുറ്റം പറയത്തിട്ടോ, എനിക്ക് എന്തോ ഒരു സങ്കടം നിങ്ങൾ ജയിലിൽ പോയിട്ടെന്നറിയോ എന്ന് പറഞ്ഞിട്ട് പൂമാലിട്ട് സ്വീകരിക്കാൻ. പൂമാലിട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഇവര് സിനിമ ആണ്, അതന്നെയാണ് ഈ പൂമാലിട്ട് സ്വീകരിക്കാറ്. കാരണം ഓൻ ഇഷ്ടമല്ലേ ചെയ്യാം. ശവ്വാൽ 1 സിനിമ ആണ്, ശവ്വാൽ 1 നാടകം, ശവ്വാൽ 1 ഗാനമേള. ഇതൊക്കെ ശൈത്താനെ ജയിലിൽ നിന്ന് മോചന നേതാവിനെ തോളിലേറ്റ് തക്ബീർ ചൊല്ലു മുദ്രാവാക്യം വിളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ലഅല്ലക്കും തത്തഖൂൻ പുലരേണ്ടത് ശവ്വാൽ മുതലാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം മഹാനായ CMOരെ മഖാമിൽ വെച്ചുകൊണ്ട് ശുഭാപ്തി പ്രതീക്ഷയോടെ പടച്ചവന് വെറുതെയാക്കുകയില്ല എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച്, നാളെയും പകല് രാത്രിയൊക്കെ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തുകയാണ്. ഇന്നലെല്ലാം കുറെ ലേറ്റായി എന്നാണ് ഞാൻ കേട്ടത്. ഇന്ന് അത്ര എന്നെ കൊണ്ട് ലേറ്റ് ആവണ്ട, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ബഷറു വലാ തുനഫിറു എന്നാണല്ലോ, അതിനു വേണ്ടി നിർത്തുകയാണ്. അള്ളാഹു ഈ മക്കാമിൽ വരാനും ഇവരുടെ പൊരുത്തം വാങ്ങാനും നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമായിനെയും സയ്യിദന്മാരെയൊക്കെ അള്ളാഹു തആല ഒറ്റക്കെട്ടാക്കി തരട്ടെ. ഭിന്നതയിൽ നിന്ന്, ഛിദ്രതയിൽ നിന്ന്, അനൈക്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതിലെവിടെയാണോ കേടുപാടുള്ളത് ആ മുറി അള്ളാഹു തആല ഉണക്കി തരട്ടെ. പടച്ചോൻ വലിയവനാണ്. പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിക്കുന്ന സാരില്ല, അത് നിലനിന്നിട്ടില്ല, അതൊക്കെയാണ് കൂടും. അങ്ങനെയല്ല, ആബാക്കളുടെ ഇടയിലൊക്കെ ചില അഭിപ്രായത്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പ്രശ്നമില്ലാത്ത സമൂഹം ഉണ്ടായിട്ടില്ല, അപ്പൊ തന്നെ കെട്ടിപ്പിടിക്കും. ബിലാൽ തങ്ങളുടെ ഇടയിൽ അബൂദറിലെ പ്രശ്നം ഉണ്ടായില്ലേ, ഭയങ്കര പ്രശ്നമായില്ലേ? അബൂദർ ബിലാൽ തങ്ങളെ മുഖത്തോക്കിട്ട് പറയില്ലേ, ഇബ്നു സൗദ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചില്ലേ? അപ്പൊ ആ വിളിയൊക്കെ നേരത്തെ ഉണ്ടായിക്കണേ. ഇബ്നു സൗദ കറുത്ത പെണ്ണിന്റെ മോനെ. റഹ്മാവ് 11 ഖുർആൻ പറഞ്ഞവരടിയിൽ അപ്പൊ നോക്കണം. നിരാശ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇബ്നു സൗദ കറുത്ത പെണ്ണിന്റെ മോനെ. ആ ബിലാലിന് വല്ലാത്ത തലക്കുണ്ട്. കരഞ്ഞുകൊണ്ടില്ല റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിനടുത്ത് പോയി. ആ കറുത്ത മനുഷ്യൻ കരഞ്ഞാൽ ഈ വെളുത്ത മനുഷ്യന്റെ കൽബ് പൊട്ടും. അതാണ് മുഹമ്മദ് മുസ്തഫ. സയ്യിദ് മുബശ്ശിർ തങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ബിലാൽ തങ്ങളെ കുറിച്ച്? അവര് പറഞ്ഞു, സ്വഹാബ അൻസാരികളാണ് ചോദിച്ചിരുന്നത്, അവരുടെ കവിള് പൊളിഞ്ഞിരുന്നു, കൈ പൊളിഞ്ഞിരുന്നു. അപ്പൊ ഈ അടയാളം തൊട്ടിട്ട് അൻസാരികൾ ചോദിക്കും, ഈ ആദ്യം അടിയും കുത്തും വെട്ടൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് വേദന ആയില്ലേ എന്ന്. അപ്പൊ അവര് പറയും, കൽബിന്റെ ഉള്ളിൽ അള്ളി റസൂലാകുമ്പോ പുറത്തുള്ള വേദന ഞാൻ അറിഞ്ഞില്ല. അടിയാണ് കിട്ടിയിട്ട് കവിളും കണ്ട് പൊളിഞ്ഞു പൊടിയുന്നു. ആ മുത്തിനെ സ്വർഗത്തിൽ വെച്ച് മുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമീൻ പറയേ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. മഹാനവറുകളെ, അബൂദർ തമ്മിൽ പ്രശ്നത്തിൽ അബൂദർ ബിലാൽ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഇബ്നു സൗദ കറുത്ത പെണ്ണിന്റെ മോനെ ഈ കറുത്തതുകൊണ്ട് വരെ ഉമ്മാനിട്ട് പറഞ്ഞു. ചിലവർക്ക് അവരെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല, വാപ്പാനും ഉമ്മാനും തൊട്ടാ കളിയാണ് മാറും. നമ്മൾ കേൾക്കല്ലേ, ഞാൻ അവനെ വെറുതെ വിട്ട, അപ്പോഴാണ് വാപ്പാനവൻ തൊട്ടത്, ഞാൻ അവനെ വിടുവോ? എന്റെ വാപ്പ ഹരാന്ന് പറഞ്ഞാൽ അറിയോ? ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കത്തിയേറ്റ് കൂടുന്ന ആൾക്കാർ വാപ്പാനി ഉമ്മാനെ തൊട്ട പിന്നെ പറയും വേണ്ട, ഇത് ഉമ്മാനെ തൊട്ടത്. ഇബ്നു സൗദ കറുത്ത പെണ്ണിന്റെ മോനെ. പിന്നെ അവിടെ നിന്നില്ല, കരഞ്ഞുകൊണ്ട് മുസ്തഫാ നബിന്റെ അടുത്ത് പരാതി പറഞ്ഞു. മുസ്തഫാ നബി ചോദിച്ചു, എന്ത് ചോദിച്ചു? അബൂദർ എന്നെ കറുത്ത പെണ്ണിന്റെ മോനെ ഉമ്മാനെ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഖാണ്ട് വിവരണം.
ദേഷ്യം പിടിക്കുമ്പോ ഹബീബ നബിയുടെ ഈ നെറ്റത്തൊരു നരമ്പുണ്ട്, അങ്ങനെ തുറച്ച് കാണുന്നു, ചുവന്ന് എന്നിട്ട് കളർ കണ്ട് മാറും, എന്നിട്ട് നരമ്പ് കണ്ട് പൊന്തു, കുറച്ച് ദേഷ്യം പിടിച്ച്. എല്ലാ റസൂലിനെ കുറിച്ച് റിക്കാർഡാണല്ലോ, എന്താ ഉള്ളത്? എല്ലാം ഉണ്ട്. എന്നോടിപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാണ് മുസ്തഫ നബിന്റെ മുടി എത്ര നരച്ചെന്ന് വെച്ചാൽ പറയും 17 എവിടെയെന്ന് വെച്ചാൽ പറയാൽ ബിദാത്തുന്യായിലുണ്ട്. എവിടുന്ന് ആദ്യം നരച്ചെന്ന് വെച്ചാൽ പറയും ഇവിടുന്നാണ്. നിങ്ങളെ മുടി എത്ര നരച്ചെന്ന് പറഞ്ഞിട്ടിക്കണേ വാപ്പാന്റെ വേണ്ട നിങ്ങളത് ആരപ്പത് എണ്ണി നോക്കണ്? ബാർബർ ഷാപ്പ് കിട്ടിയ നേരെ കൊണ്ടുപോയി കൂട്ടിയല്ലേ. ഹബീബ നബിന്റെ അങ്ങനെയല്ല, സ്വഹാബാക്കൾ ഒരുക്കായിരുന്നു അല്ലേ. എന്നിട്ട് അവര് കുപ്പിയിലിട്ടേക്കായിരുന്നു, വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുട്ടിയെ കൊടുത്തിരുന്നു. ഇത് മണത്തോക്കെയാണല്ലേ കസ്തൂരിനേക്കാൾ വലിയ മണമുണ്ട്. നമ്മളുടെ മണത്താല ഉയനകത്തിന്റെ വാസന. മേലത്തെ ഞാൻ പറഞ്ഞ അടിക്കോയ പിന്നെ പറയും വേണ്ട, മുനിസിപ്പാലിറ്റി കൊട്ട തുറന്ന മാതിരി. എന്നിട്ട് ബനാ പറഞ്ഞ സാധാരണ മനുഷ്യനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ മുഖം ചുവന്നു, ഈ നരമ്പ് കണ്ടു പോന്നു, ദേഷ്യം പിടിച്ചു. അപ്പോഴാണ് അബൂദർ എന്ന് വെളുവെളുത്ത മനുഷ്യൻ കണ്ടു വരുന്നത്. ഒറ്റ വർത്താൻ, അബൂദറേ ജാഹിലിയ കൾച്ചർ മുഴുവൻ മാറിയിട്ടില്ലേ? ഇത്തിരി കൂടി ഉണ്ടോ? എന്റെ ബിലാലിനെ എന്താ ഈ പറഞ്ഞേ? എന്താ ചോദ്യം എന്നറിയ. നമ്മളാണെങ്കിലോ മറ്റോന്റെ വിളിച്ചിട്ട് ഉസ്താദ് ഇന്നെ ചീത്താണെങ്കിലേ നീ ആ ദർശിക്കാനില്ല. ഇത് ആള് വേറെയാണ്. ഇത് ഹബീബ നബി വയുഅല്ലിമുൽ കിതാബുൽ ഹിക്മ, തസ്കിയത്തും താലീമും കൊടുത്ത് അള്ളാന്റെ റസൂൽ ഇമാമിയങ്ങളാക്കിയ ആൾക്കാരാ. പ്രശ്നം ഉണ്ടാവും, പക്ഷെ അവരെ കൽബുകൾ നോക്കി. അബൂദർ ഇത് കൽബ് കൊണ്ട് റസൂലുള്ളാഹിന്റെ വർത്താനം കരഞ്ഞ് LKG കുട്ടിയെ പോലെ താന്നു, പൊട്ടിയാണ്ട് കരഞ്ഞു. ഉമ്മാന്റെ കോന്തൽ പിടിച്ച് കരഞ്ഞ കുട്ടിനെ പോലെ ചേറി. അബൂദറിന്റെ സങ്കടം തീരില്ലേ, ബിലാലിന്റെ ബാക്കിലിടന്നു. അള്ളാന്റെ റസൂല് കാണാതെ ആ കറുകറുത്ത തടിച്ച കാലുണ്ടല്ലോ, ആ കാലിന്റെ അടിയിൽ വെളുവെളുത്ത കവളാണ്ട് വെച്ചു, മണ്ണിക്കാണ്ട് വരുന്നേ. എന്നിട്ട് കവളാണ്ട് വെച്ചിട്ട് പറഞ്ഞു, ബിലാലെ നിന്റെ കവളത്ത് ചവിട്ട് ബിലാലെ, നിന്റെ കറുകറുത്ത കാല് എന്റെ വെളുവെളുത്ത കവളിൽ പതിയണം ബിലാൽ. എന്റെ അഹങ്കാരത്തിന് കാരണം എന്റെ ഗ്ലാമറാണ്, എന്റെ അഹങ്കാരത്തിന് കാരണം എന്റെ പണമാണ്, എന്റെ അഹങ്കാരത്തിന് കാരണം എന്റെ ഗോത്രമാണ്, എന്റെ അഹങ്കാരത്തിന് കാരണം എന്റെ ശേഷിയാണ്, ശേമുഷിയാണ്, ഭാഷയാണ്. അതുകൊണ്ട് ബിലാൽ നിന്റെ കറുകറുത്ത കാലുകൊണ്ട് എന്റെ വെളുവെളുത്ത കവളിൽ ചവിട്ടു ബിലാൽ. ബിലാൽ പറഞ്ഞു, ഞാൻ ചവിട്ടില്ല അബൂദർ, നീ ചവിട്ടാതെ ഈ മണ്ണിൽ നിന്ന് ഞാൻ എണീക്കൂല്ല ബിലാൽ, എന്നെ ചവിട്ടണം ബിലാൽ. അവരെ ബർക്കത്തോടെ നമ്മളെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ, അവരെ ബർക്കത്തോടെ നമ്മളെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഞാൻ പിരിയുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ആശിഖായിരുന്ന, അള്ളാന്റെ മുഹിബായിരുന്ന, അള്ളാന്റെ ആരിഫായിരുന്ന, ഫീ കുല്ലി ഔഖാത്തിൻ അൻഫാസിയ ദിക്റിന്റെ ഉടമയായിരുന്ന, ഇൽമിനാണെങ്കിൽ ഇൽമ പഠിച്ച് അതാ കൊല്ലങ്ങളോളം ദർസിൽ പഠിപ്പിച്ച് സുജൂദ് കണ്ടുകൊണ്ട് ആളുകളെ ഞെട്ടിച്ച് പിന്നെ ആളുകൾക്ക് പോലും പിടുത്തം കിട്ടാത്ത മനുഷ്യൽ ഇൽത്തിറാബിലാകുന്ന വിലായത്തിന്റെ സമുന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർന്നു പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മഹാനായ അൽ-ആരിഫു ബില്ലാഹ്, അല്ലാഹുവിന്റെ ആരിഫായ വലിയായ ശൈഖു മശായിഖിനാ സിയം വലിയുല്ലാഹി, അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് മദീനയിലേക്ക് 1 മിനിറ്റ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സിയം വലിയുല്ലാഹി ആണെങ്കിലും അവരുടെ പിതാവാണെങ്കിലോ, ശൈഖുനാ വലിയുല്ലാഹി ശംസുൽ ഉലമയാണെങ്കിലോ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദാണെങ്കിലോ, അവരെല്ലാം നമ്മെ ക്ഷണിച്ചത് മുത്തു മുസ്തഫയിലേക്കാ. മുത്തു മുസ്തഫ നമ്മെ കൊണ്ടുപോകുന്നത് അല്ലാഹുവിലേക്കാ. അതുകൊണ്ട് ലിങ്ക് മുറിയല്ലേ, കണ്ണിമറിയല്ലേ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. മഹാന്മാരെ കിട്ടണം നമുക്ക്, റസൂലുള്ളാഹിനെ കിട്ടണമെങ്കിൽ ഔലിയാക്കളെ കിട്ടണേ, അഹ്ലു ബൈത്തിനെ കിട്ടണേ. ഇമാം യാഫീ തങ്ങൾ എപ്പോൾ മദീനത്ത് പോവുകയാണെങ്കിലോ അഹ്ലു ബൈത്തിന്റെ കൈ പിടിച്ചു പോകൽ അവരുടെ സ്വഭാവമാണ്. ശംസുൽ ഉലമയുടെ അരികിൽ അഹ്ലു ബൈത്ത് വന്നാൽ അങ്ങേയറ്റം ബഹുമാനിക്കുമേ.
ജാമിയനൂരിൽ അവർ ദർസ് നടത്തുന്ന സമയത്ത് ബാത്റൂമിൽ നിന്ന് കുളിച്ചു വരുന്ന കുട്ടിയായ വിദ്യാർത്ഥിയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കണ്ടപ്പോൾ കസേരയിലിരുന്ന് കയ്യിൽ മറിയുന്ന തസ്ബീഹ് മാലയും പിടിച്ചുകൊണ്ട് അതാ ചിന്താനിമഗ്നനായിരിക്കുന്ന മുതഫക്കിറായ അള്ളാന്റെ വലിയായ ശംസുൽ ഉലമാ കസേരയിൽ നിന്ന് എണീറ്റ് ആ കുളിച്ചു പോകുന്ന തന്റെ അരികിൽ കിതാബോധി പഠിക്കുന്ന കൊച്ചു വിദ്യാർത്ഥിയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പിറകിൽ പോയിട്ട് പറഞ്ഞില്ലേ, തങ്ങളെ നിങ്ങൾ കുളിച്ച സോപ്പൊന്ന് എനിക്ക് തരുമോ എന്ന്. ഹൈദർ അലി തങ്ങൾ കുളിച്ച സോപ്പിന്റെ ബാക്കി അത് ശരീരത്തിൽ തട്ടുന്ന ബറക്കത്തിന് ചോദിച്ചതാ. ശംസുൽ ഉലമക്ക് സോപ്പ് ആവശ്യമുണ്ടായിട്ടല്ല. അവരുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി വഫാത്തായപ്പോൾ തങ്ങളെയാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ് കാത്തിരുന്നത് മയ്യിത്ത് നിസ്കരിക്കാൻ. ഇന്ന് സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ കപ്പിത്താനായ മഹാനായ സയ്യിദ് ജിഫിരി തങ്ങള് അവര് ശംസുൽ ഉലമ തർബിയത്ത് ചെയ്ത് വളർത്തിയ മഹാനല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമസ്തയിൽ ഉറച്ചു നിൽക്കുക, പാണക്കാട്ട് തങ്ങന്മാരെ ബഹുമാനിക്കുക, അഹ്ലു ബൈത്തിനെ മുഴുവനും ബഹുമാനിക്കുക, പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പാർലമെന്റിൽ ബില്ല് പാസ്സായ കാലമാണ്. ഇനി കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും റുക്കൂയിൽ ഒരുപോലെയുള്ളതുപോലെ നിസ്കാരത്തിൽ 2 സുജൂദ് ഒഴിവാക്കിയിട്ട് ഒരു സുജൂദാക്കണമെന്ന് പാർലമെന്റ് പാസ്സാക്കിയാൽ നമ്മൾ അതിലേക്കും കയറേണ്ടി വരുമോ? എല്ലാ മിനാരങ്ങളും തച്ചുടക്കിയിട്ട് പള്ളികളെല്ലാം മിനാരമില്ലാതെയാക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും കൈവെക്കാൻ തുടങ്ങിയാൽ, ദർസുകളൊക്കെ നിർത്തണോ, പള്ളിയിൽ വെച്ച് ദർസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ വഖഫ് എന്നത് അതിൻ്റെ ഒരു അതിരാണ് പ്രിയപ്പെട്ടവര്. അത് സ്വത്ത് പിടിച്ചടക്കൽ മാത്രമല്ല, നമ്മുടെ ആഭ്യന്തര പ്രശ്നത്തിൽ കൈകടത്തല. നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റൂല. നമ്മൾ ഭീഷണിയുടെ ആളുകളല്ല, ഏഷണിയുടെ ആളുകളല്ല, വർഗീയവാദത്തിന്റെ ആളുകളല്ല, ഭീകരതയുടെ ആളുകളല്ല. പക്ഷെ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിയമാവലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കണേ, അതിലപ്പുറം പ്രാർത്ഥിക്കണേ, പാതിരാ തഹജ്ജുദിന്റെ സമയത്ത് ഓർക്കണേ. ഇന്നും കരാള ജൂതന്റെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ രോധനം മറക്കല്ലേ ചെറുപ്പക്കാരാ. ആ പൊന്നുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കല്ലേ. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. മഹാനായ CM വലിയുള്ളാഹിയുടെ ദർഗയുടെ പരിസരത്ത് ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് പിരിയുമ്പോ ഞങ്ങളെ ഖൽബൊന്ന് തുറന്നു തരണേ അല്ലാ. റൂഹിന്റെ റൂട്ട് മാപ്പ് നന്നാക്കി തരണേ അല്ലാ. മാരിഫത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മഹബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്. എനിക്ക് എൻ്റെ ഉസ്താദായ ശൈഖുന മുഹമ്മദ് ബാക്കവി പൂക്കോട്ടൂർ 500ഓളം കിതാബ് എഴുതിയ മഹാനാ. ഇനിയും തൗലീഫിന് തദ്രീസിന് തൗഫീഖ് നൽകണേ അല്ലാ. എനിക്ക് ബിരുദം തന്നെ എൻ്റെ മഹാനായ ഉസ്താദ് മമ്മിക്കുട്ടി ഹസ്രത്ത് കാര്യമായ സൂഫിയല്ലേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിച്ചുപോയ ഉസ്താദുമാർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന ഉലമാഇന്റെ ഉസ്താദുമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ നേതാക്കളായ ജിഫ്രി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ, MD ഉസ്താദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ അലിക്കുട്ടി ഉസ്താദ്, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗങ്ങൾ ശമനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. CMOർക്ക് ദറജോർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ പിതാവിന് ദറജോർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ മാതാവിന് ദറജോർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ മശായിഖിന് ദറജോർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ തലാമീദിന് ദറജോർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ മുരീദന്മാർക്ക് ദറജോർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. നന്നാക്കി തരണേ അല്ലാ. സ്വർഗ
സ്വർഗസ്ഥരാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുനിയാവിന്റെ കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കല്യാണം ശരിയാത്തവർക്ക് ശരിയാക്കി കൊടുക്കണേ അല്ലാ. പ്രവാസികളുടെ പ്രയാസങ്ങൾ അതാ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാ. ക്യാൻസറിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, സ്ട്രോക്കിൽ നിന്ന്, കിഡ്നി വീക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ. പെടുന്നതിനുള്ള മരണത്തിൽ നിന്ന്, ആക്സിഡന്റിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വതജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മതിഹി വമിൻ മുഹബ്ബിഹി യാ റബ്ബൽ ആലമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.